ഹേയ് ഗൈസ്, ഇന്ന് രാത്രി നമ്മൾ പഴയ ട്രേഡ് റൂട്ട്സ് വഴി ഒരു നീണ്ട, പൊടി നിറഞ്ഞ, അതേസമയം അതിസുഖകരമായ യാത്ര തുടങ്ങുകയാണ്. പണ്ട് വിദൂര സാമ്രാജ്യങ്ങൾക്കിടയിൽ സിൽക്ക്, സുഗന്ധദ്രവ്യങ്ങൾ, ഗോസിപ്പ്, പിന്നെ അപൂർവമായി വഴിതെറ്റിയ ആനകളെയും കൊണ്ടുപോയിരുന്ന കാണാൻ കഴിയാത്ത വഴികൾ. നിങ്ങളിപ്പോൾ എലീറ്റ് കമ്പനിയിലാണ്, അക്ഷരാർത്ഥത്തിൽ തന്നെ. ഒരു റോയൽ പേർഷ്യൻ എൻവോയ് നിങ്ങളെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നു. അത് ഗ്ലാമറസായി തോന്നാൻ, പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെടാൻ കൂട്ടാക്കാത്ത ഒട്ടകത്തിൻ്റെ പുറത്താണ് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതെന്ന് മനസ്സിലാകും വരെ. നിങ്ങൾ ഈ കോപിഷ്ഠമായ മൃഗത്തിൻ്റെ മുകളിൽ അസ്വസ്ഥമായിരിക്കുന്നു. ടക്ലാമക്കൻ ഡെസേർട്ട് എല്ലാ ദിശകളിലേക്കും അനന്തമായി നീളുമ്പോൾ അതിൻ്റെ ഓരോ മന്ദഗതിയിലുള്ള കാലടികളോടൊപ്പം ആടിയുലയുന്നു. കാറ്റ് മണൽക്കൂനകളിലൂടെ ചിന്തയിൽ മുഴുകിയ ഒരു ഫ്ലൂട്ട് പോലെ മൃദുവായി പാടുന്നു. സൂര്യൻ വെറുതെ ചൂടുള്ളതല്ല, നിങ്ങളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്നതുപോലെ തോന്നുന്നു. മണൽ എത്തുമെന്ന് നിങ്ങൾ കരുതാത്ത സ്ഥലങ്ങളിലെല്ലാം മണൽ കയറിയിരിക്കുന്നു. നിങ്ങളുടെ രാജകീയ വസ്ത്രങ്ങൾക്ക് രാവിലത്തെ ഒട്ടകം പോലെ മണം വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ നൂറുകണക്കിന് കാരവാൻകൾ മുൻപ് സഞ്ചരിച്ച പഴയ വഴിയിലൂടെ തുടരുന്നു. നിങ്ങൾ എസ്കോർട്ട് ചെയ്യുന്ന സിൽക്കിൽ നിഷിദ്ധമായ നിറങ്ങൾ തിളങ്ങുന്നു. രാജകീയമായ പേർപ്പിൾ, സിനബാർ റെഡ്, ഇല്ലീഗൽ തോന്നുന്നത്ര ആഴമുള്ള ബ്ലൂ. ഈ നിറങ്ങൾക്ക് സാമ്രാജ്യങ്ങൾക്കിടയിൽ കോഡ് ചെയ്ത അർത്ഥങ്ങളുണ്ടായിരുന്നോ, അതോ ട്രേഡേഴ്സ് വെറുതെ ഷോ ഓഫ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടതാണോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്തായാലും ചക്രവർത്തിമാർ നെടുവീർപ്പിക്കുകയും പൈററ്റ്സ് സ്വപ്നം കാണുകയും ചെയ്യുന്ന തരത്തിലുള്ള തുണിയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. കാരവാൻ നയിക്കുന്നത് ആർദേൽഷിർ എന്നു പേരുള്ള ഒരാളാണ്. കാറ്റിലും തൻ്റെ താടിമുടി കൃത്യമായി പിന്നിവയ്ക്കാൻ അദ്ദേഹത്തിന് എന്തോ വഴിയറിയാം. അദ്ദേഹത്തിൻ്റെ ഒട്ടകം കൂടുതൽ ഉയരമുള്ളതും അഹങ്കാരിയും 3 ഭാഷകളിലുള്ള കമാൻഡ്സും അനുസരിക്കുന്നതാണ്. ഒരു ബെറ്റിനു വേണ്ടി താൻ ഒരിക്കൽ കണ്ണുകെട്ടി മരുഭൂമി കടന്നിട്ടുണ്ടെന്ന് ആർദേഷർ അവകാശപ്പെടുന്നു. പക്ഷേ ആരും 2ാം തവണ അദ്ദേഹത്തോട് ബെറ്റ് വയ്ക്കാറില്ല. നിങ്ങളുടെ ചുറ്റും കാരവാനിൽ ഡാൻസേഴ്സ്, അസ്ട്രോളജേഴ്സ്, വളരെയധികം സ്പൈസസ് ഉപയോഗിക്കുന്ന പാചകക്കാർ, ഒരു ഫാൽക്കൺ ട്രെയിനറായി അഭിനയിക്കുന്ന ഒരു റിട്ടയർഡ് സ്പൈയും ഉണ്ട്. എല്ലാ രാത്രിയും ഉണക്ക ആപ്രിക്കോട്ടുകളും സംശയകീയമായി ശക്തമായ അത്തിപ്പഴ വൈനും കൈമാറുമ്പോൾ കഥകളും പങ്കുവയ്ക്കപ്പെടുന്നു. ഒരു പെൺകുട്ടി സത്യം ചെയ്ത് പറയുന്നു, അവൾ ഒരിക്കൽ പെയിന്റ് ചെയ്ത ഒരു ജഗ്ഗിനുള്ളിൽ താമസിച്ചിരുന്ന ഒരു ഒറാക്കിളിനെ കണ്ടിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അവളെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വെള്ളത്തിൻ്റെ കുപ്പി ഒരു നമ്പ്രു ഹോംബ് പ്രതീക്ഷയുടെ കുലുങ്ങുന്നു. ഈ വിശാലമായ മണൽക്കടലിൻ്റെ അടിയിൽ പഴയ കിണറുകളുടെയും മറഞ്ഞിരിക്കുന്ന നീരുറവുകളുടെയും ഒരു ശൃംഖലയുണ്ട്. അത് മന്ത്രിച്ചു പറയുന്ന മാപ്പുകളിലൂടെയും ഓർമ്മകളിലൂടെയും കൈമാറി വന്നതാണ്. ഒയാസിസുകൾ ജീവരേഖകൾ മാത്രമല്ല, അത് മന്ത്രിച്ചു പറയുന്ന വാഗ്ദാനങ്ങളാണ്. മരുഭൂമിയുടെ കൗശലപൂർണമായ ചെറിയ രഹസ്യങ്ങൾ. ഒയാസിസുകൾ സ്ഥലം മാറുന്നു എന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് നിങ്ങൾ ആദ്യം അവയിൽ വിശ്വസിച്ചില്ലെങ്കിൽ അവ നിലനിൽക്കില്ല എന്നാണ്. തളർന്ന കണ്ണുപോലെ സൂര്യൻ താഴാൻ തുടങ്ങുമ്പോൾ മണൽക്കൂനകളിലൂടെ നീണ്ട് നേർത്ത നിഴലുകൾ വീഴുന്നു. ഒട്ടകങ്ങൾ മുരളുന്നു. ആരോ ഒരാൾ ഫ്ലൂട്ട് വായിക്കുന്നു. യാത്രയുടെ ആരംഭത്തിൽ തന്നെ വളരെ സങ്കടകരമായ ഒരു ഈണം. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളുമായി തനച്ചാകുന്നു. ഒട്ടകത്തിൻ്റെ സാഡിൽ മനുഷ്യ ശരീരത്തിന് അനുയോജ്യമായി ഡിസൈൻ ചെയ്തിട്ടില്ല എന്ന അസ്വസ്ഥമായ തിരിച്ചറിവോടെ. എന്നിട്ടും നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിൽ കാരവാൻ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ എന്തോ വിചിത്രമായ കാര്യം സംഭവിക്കുന്നു. മണൽ തണുക്കുന്നു, കാറ്റ് ശാന്തമാകുന്നു, മരുഭൂമി അതിൻ്റേതായ പതുക്കെയുള്ള വരണ്ട രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ക്ഷേത്രങ്ങളുടെയും കടങ്കഥകളുടെയും കഥകൾ നിങ്ങളുടെ ക്ഷീണിത മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പകുതി മയക്കത്തിലും പകുതി സ്വപ്നത്തിലുമായി കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നതിന് മുൻപ് 1 മിനിറ്റ് എടുത്ത് വീഡിയോ ലൈക്ക് ചെയ്യുകയും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. പക്ഷേ നിങ്ങൾക്കെന്നെ ഇവിടെ ചെയ്യുന്നത് ശരിക്കും ഇഷ്ടമാണെങ്കിൽ മാത്രം. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്നും ഏത് ടൈമാണെന്നും കോമൻസിൽ എനിക്ക് അറിയിക്കുക. മരുഭൂമിയിലെ സന്ധ്യയോ അതോ അർദ്ധരാത്രിയിലെ ചായയോ? ഇപ്പോൾ ലൈറ്റുകൾ കുറച്ചുവെച്ച് ഒരു പതുക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിനായി ഒരു ഫാൻ ഓൺ ചെയ്ത് നമുക്ക് ഈ രാത്രിയിലെ യാത്രയിലേക്ക് സാവധാനം കടക്കാം. നിങ്ങൾക്കിപ്പോൾ അറിയില്ല, പക്ഷേ അടുത്ത മണൽക്കൂനയ്ക്കപ്പുറത്ത് ആദ്യത്തെ ഒയാസിസ് കാത്തിരിക്കുന്നുണ്ട്. അതിനൊപ്പം 5 നൂറ്റാണ്ടുകളായി ഉത്തരം കിട്ടാത്ത ഒരു കടങ്കഥയും. ആദ്യമായി നിങ്ങൾ ഒയാസിസ് കാണുമ്പോൾ അതൊരു മരീചികയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഉറപ്പാണ്. ആകാശത്തിനെതിരെ പനമരത്തിൻ്റെ ഇലകൾ വിറയ്ക്കുന്ന രീതി, ഉരുകിയ ഗ്ലാസ് പോലെ വെള്ളം തിളങ്ങുന്ന വിധം, അത് വളരെ മനോഹരമാണ്, വളരെ പെർഫെക്റ്റാണ്. പക്ഷെ നിങ്ങളുടെ ഒട്ടകം പെട്ടെന്നുള്ള ആവേശത്തോടെ മുന്നോട്ട് കുതിക്കുമ്പോൾ, നേരത്തെ ഇത് മുഷിഞ്ഞിരുന്നത് വെച്ച് നോക്കുമ്പോൾ അത് രസമാണ്, അത് യഥാർത്ഥമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആദ്യം ഗന്ധം അനുഭവപ്പെടുന്നു. നനഞ്ഞ മണ്ണ്, അത്തിപ്പഴങ്ങൾ,
സൂര്യനിൽ ചൂടാക്കപ്പെട്ട നനഞ്ഞ കല്ലുകൾ. സന്തോഷകരമായി അവസാനിക്കുന്നൊരു കഥ പോലെയാണതിൻ്റെ മണം. നിങ്ങൾ വൈകുന്നേരത്തിൻ്റെ പൊടിപിടിച്ച സ്വർണ്ണപ്രകാശത്തിലെത്തുന്നു. ഈ ഒയാസിസ് പട്ടണം വലുതല്ല, പക്ഷേ അത് ജീവനോടെയുണ്ട്. ശാന്തവും ലക്ഷ്യബോധവുമുള്ളതുമായ ചലനങ്ങളാൽ തിരക്കിലാണ്. കൂടാരങ്ങൾ കാറ്റിൽ മെല്ലെ ആടുന്നു. കച്ചവടക്കാർ കറുവപ്പട്ടയുടെ കെട്ടുകളും കൊത്തിയുണ്ടാക്കിയ ടർക്വൈസ് ആമുലറ്റ്സും അടുക്കിവെക്കുന്നു. കുട്ടികൾ സൂര്യനിൽ ഉണങ്ങിയ ചെളിയിഷ്ടിക കൊണ്ടുണ്ടാക്കിയ പകുതി ചുവരുകൾക്കിടയിലൂടെ പരസ്പരം പിന്തുടരുന്നു. ഒരു വീൽബാരോയ്ക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യൻ മാത്രമാണ് ധൃതിയില്ലാത്തതായി തോന്നുന്നത്. നിങ്ങൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മന്ദഹാസവും 2 മുൻപല്ലുകളില്ലാത്തതുമായ ഒരു കുട്ടി നിങ്ങൾക്ക് സെറാമിക് കപ്പിൽ മാതളനാരങ്ങ ജ്യൂസ് തരുന്നു. ആ ജ്യൂസ് പുളിയും മധുരവും കലർന്നതാണ്. അതിലെന്തോ പൂവിൻ്റെ സുഗന്ധം കൂടി ചേർന്നിട്ടുണ്ട്. മല്ലിപ്പൂവിൻ്റേതാണോ, അതോ മരുഭൂമിയിലെ പുരോഹിതൻ്റെ ആത്മവിശ്വാസമോ? അവൻ കണ്ണിറുക്കുന്നു. നിങ്ങൾ വീണ്ടും ഒരു മിഴുക് കുടിക്കുന്നു. രഹസ്യങ്ങളിലൂടെ അരിച്ചിറങ്ങിയ നിലവെളിച്ചം കുടിക്കുന്നതുപോലെയാണത്. ഈ മേഖലയിലെ മറ്റു പല ഒയാസിസുകളെപ്പോലെ ഇതും നിലനിൽക്കുന്നത് പുരാതന എഞ്ചിനീയറിംഗിൻ്റെ ഒരു അത്ഭുതം കൊണ്ടാണ്. ഖനാത്ത് അഥവാ അണ്ടർഗ്രൗണ്ട് വാട്ടർ ചാനൽ. പാറകളിലൂടെ ഗ്രൗണ്ട് വാട്ടറിൻ്റെ മന്ത്രിക്കുന്ന ശബ്ദം പിന്തുടർന്ന് തലമുറകളായുള്ള തൊഴിലാളികൾ നിർമ്മിച്ചതാണിത്. ഈ സിസ്റ്റംകൾ ആദ്യം വികസിപ്പിച്ചത് പേർഷ്യയിലാണോ അതോ പടിഞ്ഞാറൻ ബർബർ സമൂഹങ്ങൾ സ്വതന്ത്രമായി വികസിപ്പിച്ചതാണോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. എന്തായാലും ഇവ ഗണിതശാസ്ത്രത്തിൻ്റെ രൂപത്തിൽ മറഞ്ഞിരിക്കുന്ന മാജിക്കാണ്. പനമരത്തിൻ്റെ ചുവട്ടിൽ ആളുകൾ പായയിൽ കാല് കുറുകയിട്ടിരുന്ന് കുച്ചികളും കല്ലുകളും കൊണ്ട് മണലിൽ വഴികൾ വരയ്ക്കുന്നു. ഗോസിപ്പും ഓർമ്മകളും കൊണ്ടുണ്ടാക്കിയ പഴയകാല GPS. അവർ കാറ്റിനും വ്യാപാരത്താലും രൂപപ്പെട്ട പല ഡയലക്റ്റുകളും പേർഷ്യനും സോഗ്ഡിയനും കലർത്തി ചുരുങ്ങിയ അക്ഷരങ്ങളിൽ സംസാരിക്കുന്നു. നിങ്ങൾക്ക് കുറച്ചു മാത്രമേ മനസ്സിലാകുന്നുള്ളൂ, പക്ഷേ കൂടുതൽ കാര്യങ്ങൾ അനുഭവവേദ്യമാകുന്നു. വിലകൾ, അപകടങ്ങൾ, ശകുനങ്ങൾ, ഡിന്നർ പ്ലാനുകൾ. ഒയാസിസിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ഓപ്പൺ എയർ ഷ്രൈനുണ്ട്. നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉയരത്തിൽ മാത്രമുള്ള ചുവരുകൾ മങ്ങിയ നീല നിറത്തിലും ഒക്കർ നിറത്തിലും പെയിന്റ് ചെയ്തിരിക്കുന്നു. ഉണക്ക അത്തിപ്പഴങ്ങളും പൊട്ടിയ ഒലിവുകുരുക്കളും ഓഫറിംഗായി നിലത്ത് ചിതറിക്കിടക്കുന്നു. തലയിൽ സ്കാർഫ് ധരിച്ച കുറച്ച് വയസ്സായ സ്ത്രീകൾ അതിനു ചുറ്റുമിരുന്ന് പതുക്കെ മൂളിക്കൊണ്ട് സർജിക്കൽ പ്രിസിഷനോടെ പയറുകൾ പൊട്ടിച്ചെടുക്കുകയാണ്. അവരിലൊരാൾ നിങ്ങളുടെ കണ്ണിൽപ്പെട്ട് നിങ്ങളെ അടുത്തേക്ക് വിളിക്കുന്നു. അവരുടെ ചർമ്മം പഴയ കടലാസുപോലെ മടങ്ങിയിരിക്കുന്നു. അവരുടെ നോട്ടം എന്തുകൊണ്ടെന്നറിയാതെ തന്നെ നിങ്ങളെ നേരെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അവർ സംസാരിക്കുന്നില്ല. പകരം ഒരു മണൽസഞ്ചി എടുത്ത് ഒരു ചെറിയ വൃത്തമുണ്ടാക്കി അതിലേക്ക് 3 വണ്ടിൻ്റെ തോടുകളിടുന്നു. അവ മൃദുവായ ഒരു ശബ്ദത്തോടെ താഴെ വീഴുന്നു. നിങ്ങൾ കാത്തിരിക്കുന്നു. അവരുണ്ടാക്കിയ പാറ്റേണിലേക്ക് അവൾ കുറച്ചുനേരം നോക്കി നിന്നു. എന്നിട്ട് പടിഞ്ഞാറ് വശത്തേക്ക് ചൂണ്ടി 3ാമത്തെ കിണർ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒട്ടകത്തിന് ഗ്യാസാണെന്നോ പോലെ എന്തോ പിറുപിറുത്തു. എന്തായാലും അതൊരു വാണിംഗ് പോലെ തോന്നി. നിങ്ങളെല്ലാം മനസ്സിലായ മട്ടിൽ ഗൗരവത്തോടെ തലയാട്ടി. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെന്നറിയാമെന്ന മട്ടിൽ അവൾ ചിരിച്ചു. ഒയാസിസിൻ്റെ മറ്റൊരു ഭാഗത്ത് ഒരു കാരവാൻ പോകാൻ റെഡിയാകുന്നു. അവരുടെ മൃഗങ്ങൾ ചെറിയ ചന്ദ്രക്കല പോലുള്ള ബെല്ലുകൾ ധരിക്കുന്നു. അവരുടെ പാക്ക് ലീഡർ ശാപങ്ങളെ തടയുന്നതിന് മാത്രം കത്തിയിൽ ഐലൈനർ ഇട്ടിരിക്കുന്നു. 3 ദിവസം അകലെ കരിഞ്ഞ താഴ്വരയ്ക്കപ്പുറത്ത് ഒരിക്കലും പൂക്കാതെ എപ്പോഴും രക്തം ചോരുന്ന ഒരു അക്കേഷ്യ മരത്തിന് താഴെ ഒരു ഓറാക്കിൾ കാത്തിരിക്കുന്നുവെന്ന് അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടു. മീനിന് ആകൃതിയിലുള്ള ഒരു കത്തി പോളിഷ് ചെയ്തുകൊണ്ടാണ് അയാൾ ഇത് പറയുന്നത്. അത് ആശ്വാസകരമാണോ അതോ അതിൻ്റെ നേർ വിപരീതമാണോ എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്ക്രൈബ് വെള്ളത്തിൻ്റെ അരികിലിരുന്ന് സംസാരിക്കുന്നു. അദ്ദേഹം ട്രീഡ് ലെഡ്ജറുകൾ ഓലകളിൽ പകർത്തുകയാണ്. നിങ്ങൾക്കിരിക്കാനൊരു സ്ഥലം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഷ്രൈനിനെക്കുറിച്ച് ചോദിക്കുന്നു. അദ്ദേഹം തോളുകുലുക്കി പലതിലൊന്ന് എന്ന് പറയുന്നു. ഈ വഴികളിൽ എല്ലാ തരത്തിലുമുള്ള ഷ്രൈനുകളുണ്ട്. ചിലത് പേരുള്ള ദൈവങ്ങൾക്കായി സമർപ്പിച്ചവ, മറ്റു ചിലത് കാലാവസ്ഥയ്ക്കും പൂർവികർക്കും മറന്നുപോയ രാജ്ഞിമാർക്കും വിധി നിർണയിക്കുന്ന കാറ്റിനും വേണ്ടിയുള്ളവ. ചില ക്ഷേത്രങ്ങൾ അവയുടെ നിശബ്ദതയ്ക്ക് പേരുകേട്ടവയാണ്. മറ്റു ചിലത് അവയുടെ രഹസ്യമായ ചിരിക്ക്. ഒരെണ്ണം അദ്ദേഹം പറയുന്നത് മരുഭൂമി കുറുക്കന്മാരുടെ ചലനങ്ങളിലൂടെ മാത്രമേ സംസാരിക്കൂ എന്നാണ്. ഒരിക്കൽ ഒരേ ഡിറക്ഷനിൽ 3 തവണ ഒരു കുറുക്കൻ തുമ്മിയതിലൂടെ ഒരു മണൽക്കാറ്റിനെക്കുറിച്ച് വാണിംഗ് നൽകിയിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് മതകീയമായ ഐതിഹ്യമാണോ അതോ ഒരു തമാശയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും തൻ്റെ ചുരുളുകളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിരുന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ പട്ടണം ശാന്തമാവുന്നു. വിളക്കുകൾ കത്തിക്കുന്നു.
ഗ്ലാസിൽ ഒലിവെണ്ണ മിന്നിത്തിളങ്ങുന്നു. ദിവസം മുഴുവൻ പിടിച്ചുവെച്ച ശ്വാസം പോലെ സംഗീതമുയരുന്നു. കാറ്റ് ജീരകത്തിന്റെയും പുകയുടെയും കല്ലിനു മുകളിൽ വേവുന്ന എന്തോ രുചികരമായ മാംസത്തിന്റെയും മണം കൊണ്ടുവരുന്നു. കണ്ണാടി വെസ്റ്റുകൾ ധരിച്ച നർത്തകികളെ നിങ്ങൾ കാണുന്നു. അവരുടെ അരക്കെട്ടുകൾ പണസഞ്ചിയിലെ നാണയങ്ങൾ പോലെ ശബ്ദിക്കുന്നു. ഈ ഒയാസിസ് വെറുമൊരു വിശ്രമം മാത്രമല്ല, ഇതൊരു കവലയാണ്. യാത്രക്കാർ ഭാരങ്ങൾ ഉപേക്ഷിക്കുകയും കഥകൾ ശേഖരിക്കുകയും ചിലപ്പോൾ വിചിത്രമായ സത്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന സ്ഥലം. നിങ്ങൾക്ക് ഭാരം കുറഞ്ഞ പോലെ തോന്നുന്നു, അതോ മാതള നാരങ്ങ ജ്യൂസ് കുടിച്ചതിന്റെ ഫലമായിരിക്കാം. എന്തായാലും നാളെ നിങ്ങൾ പടിഞ്ഞാറോട്ട് പോകും, പക്ഷേ മൂന്നാമത്തെ കിണറിനപ്പുറത്തേക്കല്ല. രാവിലെ പകുതിയായപ്പോൾ നിങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നിങ്ങളുടെ ഒട്ടകം തീർച്ചയായും കഴിക്കരുതാത്ത എന്തോ കഴിച്ചതിന്റെ ഹാങ് ഓവറിൽ നിന്ന് ഇപ്പോഴും മോചിതമായിട്ടില്ല എന്ന് നിങ്ങൾക്കുറപ്പാണ്. മരുഭൂമി വീണ്ടും വ്യാപിച്ചു കിടക്കുന്നു. ഇപ്പോൾ സ്വർണ്ണ നിറത്തേക്കാൾ വെളുത്ത നിറത്തിൽ, യാതൊരു മിതത്വവുമില്ലാത്ത സൂര്യന് കീഴിൽ, വെളുത്തും കണ്ണ് കൂസിപ്പിക്കുന്നതുമായി. നിങ്ങൾ കുളമ്പടയാളങ്ങളുടെ നേരിയ പാത പിന്തുടരുന്നു. പണ്ടത്തെ വ്യാപാരികൾ മേഘപ്പാളികൾ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ എന്ന് നൂറാമത്തെയും ആഗ്രഹിക്കുന്നു. ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം പ്രകൃതി ദൃശ്യം മാറുന്നു. കാറ്റിനെതിരെ കൂനി നിൽക്കുന്ന അക്കേഷ്യ മരങ്ങൾ ദൂരെ ആകാശത്തിൽ കാണാൻ തുടങ്ങുന്നു. അവയിലൊന്ന് മറ്റുള്ളവയേക്കാൾ ഉയരത്തിൽ നിൽക്കുന്നു. അതിന്റെ കൊമ്പുകൾ മന്ത്രം ചൊല്ലുന്നതിന്റെ നടുവിൽ മരവിച്ച വിരലുകൾ പോലെ. അതിനു താഴെയാണ് ഷ്രൈൻ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ അതിന് സമീപിക്കുന്നതിനേക്കാൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. നിങ്ങൾ അടുത്തു പോകുന്തോറും ലോകം കൂടുതൽ നിശബ്ദമാകുന്നു. നിങ്ങളുടെ ഒട്ടകം പോലും നിശബ്ദമാകുന്നു. അപൂർവവും സംശയാസ്പദവുമായ ഒരു മര്യാദ. ആ അക്കേഷ്യ മരത്തിന്റെ തടി ഇരുണ്ടതും കറുത്തതുമാണ്. അതിൽ നിന്ന് ചുവന്ന റെസിൻ ഒലിച്ചിറങ്ങുന്നു. അത് നാട്ടുകാർ ഡെസേർട്ട് ബ്ലഡ് എന്ന് വിളിക്കുന്നു. ആരെങ്കിലും കള്ളം പറയുമ്പോൾ അത് കരയുന്നു എന്നവർ പറയുന്നു. മരത്തിന് താഴെ ഒരു താഴ്ന്ന കല്ലുകൊണ്ടുള്ള വട്ടമുണ്ട്. നൂറ്റാണ്ടുകളായി കൈകൾ തൊട്ടതിനാൽ മിനുസമുള്ളതാണ്. അതിന്റെ നടുവിൽ ഒരു ബലിപീഠം. സാധാരണമായത്, അടയാളങ്ങളൊന്നുമില്ലാത്തത്, കാറ്റിനാൽ തേഞ്ഞുപോയതും. അതിനു ചുറ്റും പൂർണ്ണ നിശ്ചലതയിൽ 5 പൂജാരികളിരിക്കുന്നു. അവർ അവരുടെ മുഖം മറയ്ക്കുന്ന നീളമുള്ള വെയിൽ ധരിക്കുന്നു. അതിൽ എംബെഡഡ് ലാപ്പിസ് കൊണ്ട് മങ്ങിയ വെളിച്ചം തരുന്നു. അവരുടെ കൈകളിൽ മരത്തിലുള്ള അതേ റെസിൻ പറ്റിയിട്ടുണ്ട്. അവരിൽ ആരും സംസാരിക്കുന്നില്ല. നിങ്ങൾ തൊണ്ട ക്ലിയർ ചെയ്ത് ഹലോ എനിവൺ ഹോം എന്ന മര്യാദയ്ക്കുള്ള വാക്കുകൾ മുറുമുറുക്കുമ്പോഴും. അവരിൽ ഒരാൾ പതുക്കെ തലചിരിച്ച് നിങ്ങളോട് ഇരിക്കാൻ ആംഗ്യം ചെയ്തു. ധൈര്യം കൊണ്ടല്ല, മര്യാദയ്ക്ക് വേണ്ടി നിങ്ങളവിടെ ഇരുന്നു. നിങ്ങളുടെ കീഴിലുള്ള കല്ല് ചൂടുള്ളതും തുളസിയുടെയും എന്തോ ലോഹത്തിന്റെയും മണം നേരിയതായി ഉള്ളതാണ്. അവർ മന്ത്രിക്കുമോ, കൈയിടിക്കുമോ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം നാടകീയമായി ചുമയ്ക്കുമോ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഇല്ല, നിശബ്ദത മാത്രം. അപ്പോൾ പ്രീസ്റ്റസിൽ ഒരാൾ ഒരു പാത്രമുയർത്തി. അതിൽ മണ്ണ് നിറച്ചിരുന്നു. പൊടിച്ച ഹെർബ്സും ഒരുപക്ഷെ പൊടിച്ച വണ്ടിന് ചിറകും കലർന്നിരുന്നു. അവൾ അത് പതുക്കെ ഇളക്കി. മണൽക്കുന്നുകളിലൂടെ കാറ്റ് വീശുന്നതുപോലെ അവളുടെ വിരലുകൾ നീങ്ങി. മുന്നറിയിപ്പൊന്നുമില്ലാതെ അവൾ അതിൽ നിന്നൊരു പിടി നിങ്ങളുടെ മുഖത്തേക്ക് എറിഞ്ഞു. നിങ്ങൾ പിന്നോട്ടു പോയി, സ്വാഭാവികമായും. പിന്നെ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും നിങ്ങളെ നോക്കുകയാണ്. നിശബ്ദത കൂടി വരുന്നു. നിങ്ങൾ എന്തെങ്കിലും പറയണമെന്ന് ആലോചിക്കുന്നു. മാപ്പ് പറയണമോ, കവിത ചൊല്ലണമോ, കാർട്ട്വീൽ ചെയ്യണമോ? നിങ്ങൾ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാൻ പോകുന്നതാണ് അവരിലൊരാൾ ഒടുവിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ചോദ്യങ്ങളുമായി സഞ്ചരിക്കുന്നു. അതെ, ഒന്ന്, നിങ്ങളുടെ പുരികങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവൾ അല്പം മുന്നോട്ട് ചാഞ്ഞു. ചോദിക്കൂ. നിങ്ങൾ ബുദ്ധിപരമായി എന്തെങ്കിലും പറയാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ചോദിച്ചത് ഈ വഴി എവിടേക്കാണ് പോകുന്നത് എന്നാണ്. ഒരു നീണ്ട നിശബ്ദത. മറ്റൊരു പൂജാരി പാത്രം വീണ്ടും ഇളക്കി. മണലിൽ നിന്ന് നേരിയ പുക ഉയരാൻ തുടങ്ങി. വഴി 2ആയി പിരിയുന്നു, ആദ്യത്തെയാൾ പറഞ്ഞു. ഒരു വഴിയിൽ സമ്പത്ത് കിട്ടും, മറ്റേതിൽ അറിവ്. രണ്ടിലും സമാധാനം കിട്ടില്ല. ചാമിങ്. ആരെങ്കിലും ഇത് എഴുതിവെക്കുമോ എന്നറിയാൻ ചുറ്റും നോക്കിയപ്പോൾ മറ്റുള്ളവർ അവരുടെ പെർഫെക്റ്റായ നിശ്ചലതയിലേക്ക് തിരിച്ചുപോയിരുന്നു. ആ മൊമെന്റ് കടന്നുപോയതുപോലെ. കൂടുതൽ ആഴത്തിലുള്ള സത്യങ്ങൾക്കുള്ള അവസരം നിങ്ങൾ നഷ്ടപ്പെട്ടു. ഇത്തരം ഒറാക്കിൾസ് യഥാർത്ഥ മതവിശ്വാസികളായിരുന്നോ അതോ മിസ്റ്ററിയുടെ കല മാസ്റ്റർ ചെയ്ത വിചിത്ര ഇൻഫർമേഷൻ ബ്രോക്കേഴ്സ് ആയിരുന്നോ എന്നതിനെക്കുറിച്ച് ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും വാക്കുവാദം നടത്തുന്നുണ്ട്. കാലാവസ്ഥയും ഫലഭൂഷ്ടിയും ക്രിപ്റ്റിക് പെർഫോമൻസ് വഴി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന പ്രീ ട്രേഡ് റിച്വൽസ് കാലത്തിൻ്റേതാണെന്നാണ് ചിലർ കരുതുന്നത്. മറ്റുള്ളവർ വിശ്വസിക്കുന്നത്
യാത്രാളുക്കളെ കൂടുതൽ നല്ല ബിഹേവിയറിലേക്ക് പേടിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഇതെല്ലാമെന്നുമാണ്. എന്തുതന്നെയായാലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ടീ കുടിക്കാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷേ പൊട്ടിയ സെറാമിക് കപ്പിൽ തരുന്ന കയ്പും ചാരനിറവുമുള്ള ദ്രാവകത്തിന് ടീ എന്ന് വിളിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. തിളപ്പിച്ച കല്ലുകളുടെയും നിരാശയുടെയും രുചിയാണതിന്. നിങ്ങളത് അമൃത് കുടിക്കുന്നതുപോലെ തലയാട്ടി കുടിച്ചു. ഷ്രൈനിന്റെ പിറകിൽ പച്ച സാഷ് ധരിച്ച ഒരു പെൺകുട്ടി മുയലിന് പുല്ലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ വളത്തിലൂടെ ചാടാൻ പ്രേരിപ്പിക്കുന്നു. നിങ്ങൾ നോക്കുന്നത് കണ്ട് അവൾ ചിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവർക്ക് മാത്രമേ ഇത് ചാടൂ എന്ന് പറഞ്ഞ് അവൾ വളം നിങ്ങളുടെ കാൽക്കലെറിഞ്ഞു. മുയലത് മണത്തു നോക്കി, നിങ്ങളെ നോക്കി ദേഷ്യത്തോടെ തുറിച്ചു നോക്കി, ഡ്രമാറ്റിക്കായി അസംതൃപ്തിയോടെ ചാടിപ്പോയി. മേ ബി നെക്സ്റ്റ് ടൈം എന്നൊരു വിഷമവുമില്ലാതെ പറഞ്ഞു. നിങ്ങൾ പൂജാരിമാർക്ക് നന്ദി പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. ഒട്ടകം വേറെ ആരുടെയോ മാപ്പെന്ന് തോന്നുന്ന എന്തോ ചവച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ സവാരി ചെയ്തു പോയപ്പോൾ തിരിഞ്ഞു നോക്കി. സന്ധ്യാസമയത്ത് അക്കേഷ്യ മരം മങ്ങിയ വെളിച്ചത്തിൽ തിളങ്ങുന്നു. അതിന്റെ കൊമ്പുകൾ കാറ്റിൽ നെടുവീർപ്പിടുന്നു. ഒരു പൂജാരി അവളുടെ കൈ ഉയർത്തി, കൈവീശലിന് സമാനമായി. നിങ്ങൾക്കൊരു യഥാർത്ഥ ദർശനം ലഭിച്ചോ അതോ സമ്പന്നരായ യാത്രികരിൽ നിന്ന് നല്ല ടിപ്പ് വാങ്ങാൻ വേണ്ടി ചെയ്ത നാടകമായിരുന്നു എന്ന് നിങ്ങൾ ആശ്ചര്യപ്പെടുന്നു. എന്തുതന്നെയായാലും നിങ്ങൾ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ ബാഗിൽ നിന്നൊരു അത്തിപ്പഴം ബലിപീഠത്തിൽ വയ്ക്കുന്നു. പലപ്പോഴും ആലോചിക്കും, വേണ്ടിവരുമായിരിക്കും. നിങ്ങൾ നാട്ടുകാർ അവ്യക്തമായൊരു തോൾകുലുക്കത്തോടെ സൂചിപ്പിക്കുന്ന പ്രദേശത്തിന്റെ കുന്നിൻ ചെരുവുകളിലേക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കുമ്പോൾ വഴി മങ്ങിത്തുടങ്ങുന്നു. നിങ്ങളുടെ ഗൈഡ് ബുക്ക് അതുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ എഴുതിയിരിക്കും: ഇവിടെ കച്ചവടക്കാരുണ്ട്, ആടുകളുണ്ട്, ഒരുപക്ഷെ ഭൂതങ്ങളും. നിങ്ങൾ പടിഞ്ഞാറോട്ട് വെള്ളം കൊണ്ടല്ല, മറിച്ച് കാറ്റുകൊണ്ട് കൊത്തിയെടുത്ത ഒരു കഞ്ഞൂണിലൂടെ സഞ്ചരിക്കുന്നു. അതിന്റെ ഭിത്തികളും മരവിച്ച ശ്വാസത്തിനിടയിൽ വീശുന്ന ഭീമാകാരമായ മണൽ നിറമുള്ള കർട്ടനുകൾ പോലെ രൂപപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഒട്ടനം മുന്നോട്ട് നടക്കുമ്പോൾ കച്ചവട സംഘങ്ങളുടെയും പക്ഷിതലയുള്ള ദൈവങ്ങളുടെയും ഒരു തേളിനെ നോക്കി തുമ്മുന്ന ഒരു മനുഷ്യന്റെയും ചിത്രങ്ങൾ കൊത്തിവെച്ച പാറചിത്രങ്ങൾക്ക് സമീപത്തുകൂടെ കടന്നുപോകുന്നു. ആ അവസാനത്തേത് ഒരു മതപരമായ ദർശനമാണോ അതോ അലർജി വാർണിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. ഇവിടെയാണ് നിങ്ങൾ ആദ്യമായി മാപ്പ് വൈഫിനെക്കുറിച്ച് കേൾക്കുന്നത്. അവളെക്കുറിച്ചുള്ള മന്ത്രിച്ചു പറച്ചിലുകൾ പുക പോലെ ട്രേഡ് റൂട്ട്സിലൂടെ സഞ്ചരിക്കുന്നു. എപ്പോഴും രൂപം മാറിക്കൊണ്ടിരിക്കുന്നു, ഒരിക്കലും കൃത്യമായി പിടികിട്ടാത്ത. ചിലർ പറയുന്നു അവളൊരു ഒറാക്കിളാണെന്ന്. മറ്റു ചിലർ പറയുന്നു എല്ലാ കാരവാൻകളുടെയും രഹസ്യങ്ങൾ മനഃപ്പാടമാക്കിയ ഒരു കള്ളിയെന്ന്. ഏറ്റവും പോപ്പുലറായ വേർഷനോ, ലോകം മുഴുവൻ തൻ്റെ ദേഹത്ത് പച്ചകുത്തിയ ഒരു പഴയ മാപ്പ് മേക്കർ ഒരു സ്പൈസ് കള്ളക്കടത്തുകാരനെ പ്രേമിച്ചതിനുശേഷം കഥകളിലേക്ക് മറിഞ്ഞുപോയി. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവളൊരു ഗുഹയിലാണ് താമസിക്കുന്നത്. നിങ്ങളുടെ യാത്ര പതുക്കെയുള്ള കയറ്റമായി മാറുന്നു. തൈം ചെടികളും അപൂർവമായ അഗ്രസീവായ പല്ലികളും ചിതറിക്കിടക്കുന്ന വെളുത്ത കുന്നിൻ ചെരുവുകളിലൂടെ സിഗ്സാഗായി പോകുന്നു. സൂര്യാസ്തമയ സമയത്ത് മുള്ളുചെടികളുടെ കൂമ്പാരത്തിന് പിന്നിൽ പകുതി മറഞ്ഞിരിക്കുന്ന ഒരു പാറയുടെ തട്ടിലെത്തുന്നു. അതിനുള്ളിൽ ഒരു ലാൻറ്റേൺ മങ്ങിയ വെളിച്ചത്തിൽ മിന്നിക്കൊണ്ടിരിക്കുന്നു. ആംബർ നിറമുള്ള വെളിച്ചം, ആടിയുലയുന്ന നിശ്ചലങ്ങൾ. അവൾ വീട്ടിലുണ്ട് എന്നതിൻ്റെ അടയാളം, അല്ലെങ്കിൽ ആരോ ഉണ്ട്. നിങ്ങൾ വാതിലിൽ മുട്ടുന്നു, കാരണം പഴയകാലത്ത് പോലും നിങ്ങൾ ശരിയായ രീതിയിൽ വളർത്തപ്പെട്ടതാണ്. നിങ്ങളെ സ്വീകരിക്കുന്ന സ്ത്രീ കാലത്തേക്കാൾ പ്രായമുള്ളതും നിശ്ചയത്തേക്കാൾ യുവതിയുമാണ്. അവളുടെ മുടി വെള്ളി നൂലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നു. അവളുടെ വസ്ത്രത്തിൽ നിന്ന് സീഡർ മരത്തിൻ്റെയും സൂര്യപ്രകാശത്തിൽ ചൂടേറ്റ് പാർച്ച്മെൻറ്റിൻ്റെയും മണം വരുന്നു. അവളുടെ കണ്ണുകൾ സർജിക്കലായ നിസ്സംഗതയോടെ നിങ്ങളെ സ്കാൻ ചെയ്യുന്നു. നിങ്ങൾ നേരത്തെ എത്തിയെങ്കിലും നിങ്ങൾ ലേറ്റായി എന്നവൾ പറയുന്നു. അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് നിങ്ങളെ അകത്തേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളൊരു സ്കോളറുടെ സ്വപ്നം പോലെ തോന്നുന്ന ഒരു ഗുഹയിലേക്ക് കടക്കുന്നു. മേൽക്കൂരയിൽ നിന്ന് സ്ക്രോൾസ് തൂണിക്കിടക്കുന്നു. കരിക്കട്ട, ഓക്കർ, പിന്നെ അതെ ടാറ്റൂസ് എന്നിവ കൊണ്ട് വരച്ച മാപ്പുകൾ എല്ലായിടത്തും പരന്നു കിടക്കുന്നു. അവളുടെ കൈകളിൽ വളഞ്ഞു പുളഞ്ഞ വഴികളും പർവ്വതങ്ങളും അവൾ നീങ്ങുമ്പോൾ അല്പം മാറുന്ന വിചിത്രമായ ചിഹ്നങ്ങളുമുണ്ടായിരുന്നു. അവൾ ചായ ഉണ്ടാക്കുമ്പോൾ ഭാഗ്യത്തിന് ഇത്തവണ പശ്ചാത്താപം കൊണ്ടുണ്ടാക്കിയതല്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നു. അവളുടെ മാപ്പുകളിൽ പലതും ഭൂമിശാസ്ത്രമല്ല, മറിച്ച് വിശ്വാസങ്ങളാണ് കാണിക്കുന്നത്. സ്വപ്നങ്ങൾ കൂടുതൽ തീവ്രമാകുന്ന വഴികൾ, ദൈവങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങൾ, യാഥാർത്ഥ്യം നേർത്തതാകുന്നു എന്ന് പറയപ്പെടുന്ന വിള്ളലുകൾ എന്നിവയാണ് അവയിൽ. അവൾ കൊത്തിവെച്ചൊരു വുഡൻ ട്രേ താഴെ വയ്ക്കുന്നു. ഈത്തപ്പഴം, ഉപ്പ് ചേർത്ത ബദാം, ഏലത്തിൻ്റെയും പഴയ പ്രോമിസുകളുടെയും മണമുള്ള ചൂടുള്ള ചായയും. എന്നോട് വല്ല കാര്യമുള്ള ചോദ്യം ചോദിക്കൂ, അല്ലെങ്കിൽ എൻ്റെ നിശബ്ദതയിലേക്ക് എന്നെ വിടൂ എന്നവൾ പറഞ്ഞു. ആവശ്യമുള്ള സമയത്ത് മാത്രം എന്തുകൊണ്ട് ഷ്രൈനുകൾ പ്രത്യക്ഷപ്പെടുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അവൾ പുഞ്ചിരിക്കുന്നു. കാരണം യാത്രക്കാർക്ക് വിശ്വാസവും മോശം ഓർമ്മയുമുണ്ട്. ഒരു ഷ്രൈൻ ഉത്തരം നൽകുന്നതുവരെ അവർ കടന്നുപോയ ഷ്രൈനുകളെ മറന്നുപോകുന്നു. അവൾ നിങ്ങൾക്ക് കാരവൻ സ്റ്റോപ്പ് ഓവറുകളും വെള്ളം സോസുകളുമുള്ള സ്ഥലങ്ങളിലെ ഷ്രൈൻ സൈറ്റുകളുടെ മാപ്പ് കാണിക്കുന്നു.
മിക്കതും കൃത്യം അവ ഏറ്റവും ഉപകാരപ്രദമായ സ്ഥലങ്ങളിലാണ്. ഷെൽട്ടറിനടുത്ത്, അല്ലെങ്കിൽ തണലിൽ, അല്ലെങ്കിൽ രാത്രി കഴിഞ്ഞ ശേഷം കുടിക്കരുത് എന്ന് പറയുന്ന കിണറുകൾക്കടുത്ത്. ഇത് പകുതി ജിയോഗ്രഫിയാണെന്ന് അവർ സമ്മതിക്കുന്നു, പകുതി സജഷനും. ഇത്തരം സ്ത്രീകൾ യഥാർത്ഥത്തിൽ നാവിഗേറ്ററുകളായിരുന്നോ, മതപരമായ വ്യക്തികളായിരുന്നോ, അതോ വെറും ഡ്രമാറ്റിക്കായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മരുഭൂമി ലൈബ്രറിയന്മാരായിരുന്നോ എന്നതിനെക്കുറിച്ച് ഹിസ്റ്ററിയൻസ് ഇപ്പോഴും വാദിക്കുന്നു. മാപ്പ് വൈഫ് ആർക്കിടെക്ട് പല ട്രേഡിംഗ് കൾച്ചറുകളിലും സ്വതന്ത്രമായി ഉടലെടുത്തു. അലഞ്ഞു നടന്നും കേട്ടറിഞ്ഞും മാത്രം കണ്ടെത്താൻ കഴിയുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമായാണ് ഇത് ഉത്ഭവിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു. മറ്റു ചിലർ പറയുന്നു അവൾ ഒരിക്കലും നിലനിന്നിരുന്നില്ല, ആ ഗുഹ വെറും ചരിത്രപരമായ പിന്നോട്ടുള്ള വീക്ഷണത്തിൻ്റെ ഒരു മെറ്റഫർ മാത്രമാണെന്ന്. നിങ്ങൾ അടുത്തേക്ക് ചേരുന്നു. ഈ സ്ഥലം പവിത്രമാണോ? അവൾ ചിരിക്കുന്നു. നല്ല കഥ പറയുമ്പോൾ എല്ലാം പവിത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അക്കേഷ്യ ഒറാക്കിൾ, അത്തിപ്പഴ ഓഫറിങ്ങുകൾ, മണൽ റിച്വൽസ്. അവൾ തലയാട്ടുന്നു, പക്ഷേ അത്ഭുതപ്പെട്ടതായി തോന്നുന്നില്ല. വഴി കേൾക്കുന്നുണ്ട്, പക്ഷേ വ്യക്തമായി സംസാരിക്കുന്നില്ല. മാർഗനിർദ്ദേശത്തിന് നിശ്ചയദാർഢ്യം കൈമാറേണ്ടി വരും. നിങ്ങൾ പോകുന്നതിനു മുമ്പ് 3 വളങ്ങളും ഒരു സൂര്യപ്രഭയും അടയാളപ്പെടുത്തിയ ഒരു പാർച്ച്മെന്റ് കഷകം നിങ്ങൾക്ക് നൽകുന്നു. ഇതൊരു മാപ്പല്ല, ഒരു മുന്നറിയിപ്പാണെന്ന് അവൾ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളത് നിങ്ങളുടെ പൗച്ചിൽ വയ്ക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ രാത്രി കുന്നുകളെ പൂർണ്ണമായും മൂടിക്കഴിഞ്ഞിരിക്കുന്നു. മുകളിൽ നക്ഷത്രങ്ങൾ സിൽക്കിൽ വീണ ഇങ്ക് ഡ്രോപ്സ് പോലെ വിടർന്നിരിക്കുന്നു. നിങ്ങൾ അവരെ ഒരിക്കൽ കൂടി താങ്ക് യു ചെയ്യാൻ തിരിയുമ്പോൾ ആ ഗുഹ ഇപ്പോൾ തന്നെ ഇരുണ്ടിരിക്കുന്നു. ഒരു ലാൻറ്റണുമില്ല, ഒരടയാളവുമില്ല. സീഡറിൻ്റെയും രഹസ്യങ്ങളുടെയും മണം മാത്രമാണ് അവശേഷിക്കുന്നത്. പിറ്റേന്ന് രാവിലെ ഒരു മന്ത്രിച്ചു പറയുന്നത് പോലെ വന്നെത്തി. തണുത്ത കാറ്റ്, വയലറ്റ് നിറത്തിലുള്ള ആകാശം, വരാൻ പോകുന്നതിൻ്റെ സൂചന നൽകുന്ന വിധം മൃദുവായി ചൂടേറിയ മണലിൻ്റെ ഗന്ധവും. നിങ്ങൾ നിശബ്ദമായി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നു. ശൈത്യകാലത്തെ കവിയേക്കാൾ മൂടുള്ള നിങ്ങളുടെ ഒട്ടകം അനിഷ്ടം കാണിച്ച് ശബ്ദമുണ്ടാക്കുന്നുണ്ടെങ്കിലും മുട്ടുകുത്തി തന്നെ. കുന്നുകൾ നിങ്ങളുടെ പിന്നിലേക്ക് മാറിപ്പോകുന്നു. ഭൂമി വീണ്ടും പരന്നതായി തുടങ്ങുന്നു. മണൽക്കൂനകൾക്കിടയിലെ ഒരു താഴ്ന്ന പ്രദേശത്താണ് നിങ്ങൾ കരവാൻസറായി കാണുന്നത്. ആദ്യം നോക്കുമ്പോൾ ഇതൊരു മരീചിക പോലെ തോന്നും. ചൂടിൻ്റെ മൂടൽമഞ്ഞിൻ്റെ അറ്റത്ത് തിളങ്ങുന്ന താഴ്ന്ന മൺകട്ട ഭിത്തികൾ, വുഡൻ ഗേറ്റ്സിന് പിന്നിൽ ചലനത്തിൻ്റെ സൂചന. പക്ഷേ അടുത്തെത്തുമ്പോൾ കാലാവസ്ഥ കൊണ്ട് തേഞ്ഞ ടവേഴ്സ്, പാറിക്കളിക്കുന്ന ബാനേഴ്സ്, പൊരിച്ച മാവിൻ്റെയും വിയർപ്പ് കലർന്ന പ്രതീക്ഷയുടെയും അൺമിസ്റ്റേക്കബിൾ സുഗന്ധം വ്യക്തമാകും. കരവാൻസറായ് പുരാതന വ്യാപാരത്തിൻ്റെ നട്ടെല്ലായിരുന്നു. ഇൻസ്, ഫോർട്രസസ്, ഗോസിപ്പ് ഹബ്സ് എല്ലാം ഒന്നിച്ച്. വ്യാപാരികൾ, തീർത്ഥാടകർ, ചാരന്മാർ, കള്ളക്കടത്തുകാർ എന്നിവർ ഇവിടെ അഭയത്തിനു വേണ്ടി മാത്രമല്ല, കഥകൾക്കും ഡീൽസിനും, ചിലപ്പോൾ കണങ്കാലിന് പരിക്കേൽക്കാനും കൂടി ഒത്തുകൂടിയിരുന്നു. നിങ്ങൾ അകത്തേക്ക് കടക്കുമ്പോൾ മരത്തിൻ്റെ ലാറ്റിസുകളും വൈക്കോൽ നിറഞ്ഞ കട്ടിയുള്ള ചുവരുകളും കാരണം കാറ്റു കൂടുതൽ തണുത്തതും കുറച്ച് ഇരുണ്ടതുമാണ്. ഡോക്യുമെന്റേഷൻ ആവശ്യം വരുന്ന അത്ര മനോഹരമായ താടിയുള്ള ഒരു മനുഷ്യൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അയാൾ തലയാട്ടി സ്റ്റേബിൾസിലേക്കും കിച്ചണിലേക്കും സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം പതുക്കെ കരയാം എന്നെഴുതിയ റൂമിലേക്കും വഴി കാണിച്ചു തരുന്നു. നിങ്ങൾ സെറ്റിലാവുമ്പോൾ മറ്റുള്ളവരെ കാണുന്നു. മഷിപുരണ്ട വിരലുകളും നല്ല സെൻസ് ഓഫ് ഹ്യൂമറുമുള്ള മലബാർ തീരത്ത് നിന്നുള്ള ഒരു ഏലയ്ക്ക വ്യാപാരി, ചാംസ് നിറഞ്ഞ ഒരു സഞ്ചി കൊണ്ട് നടക്കുകയും 2 യുദ്ധം ചെയ്യുന്ന രാജ്ഞിമാർക്കിടയിൽ ഒരിക്കൽ ലവ് ലെറ്റർ കൈമാറിയിട്ടുമുള്ള ഒരു മംഗോളിയൻ കൂരിയർ, തൻ്റെ കസിൻ പറയുന്നത് പോലെ മുതലിയുടെ മലം സൺസ്ക്രീൻ അല്ല എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ഒരു നോർത്ത് ആഫ്രിക്കൻ പണ്ഡിതൻ. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിൽ റൂഫ് ടോപ്പിൽ നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. ചപ്പാത്തി, പരിപ്പ്, തേൻ ചേർത്ത ആട്ടിൻ ചീസ്, കരിഞ്ഞ പഞ്ചസാരയുടെയും പഴയ സൂര്യൻ്റെയും രുചിയുള്ള ഈന്തപ്പഴങ്ങൾ. ആരോ ഒരാൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലൊരു പാട്ട് പാടുന്നു. എന്നിട്ട് നിങ്ങളത് ഹമ്മിങ് ചെയ്യുന്നു. മറ്റൊരാൾ വന്യജീവികളെയും പോലും ഉറക്കം കെടുത്തുന്ന വിധം ഉറക്കം കൂടുന്നു. എന്നാൽ ഈ ആഘോഷാന്തരീക്ഷത്തിന് പിന്നിൽ ഒരു ടെൻഷൻ പുകഞ്ഞു നിൽക്കുന്നു. എല്ലാവരും കേട്ടിട്ടുള്ള കിംവദന്തികൾ. മുന്നിലുള്ള തേമ്പങ്ങൾ ക്ലീൻസ് ചെയ്യപ്പെടുന്നു. തർക്കിക്കപ്പെട്ട ഒരു OSSന് സമീപം യാത്രികർ കാണാതാകുന്നു. ഒരു വ്യാപാരി പറയുന്നത് മറ്റൊരു കാരവാൻ നീല വെളിച്ചത്തിൽ കുളിച്ചു നിന്നിട്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായതായി കണ്ടതാണ്. ഈ കച്ചവടങ്ങളെക്കുറിച്ചുള്ള കഥകൾ പ്രാക്ടിക്കലായി മുന്നറിയിപ്പുകളായിരുന്നുവോ അതോ മറ്റുള്ളവരെ ആശയക്കുഴപ്പത്തിലാക്കാനോ അന്ധവിശ്വാസങ്ങൾ വഴി നിയന്ത്രിക്കാനോ ഉള്ള ഗോസ്റ്റ് സ്റ്റോറീസ് ആയിരുന്നുവോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. നിങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞ് കോർട്ട്യാർഡിൽ നടക്കുന്നു. ഒരു കുട്ടി നുറുക്കിയ റോസിതലുകൾ പോലെ തോന്നുന്ന എന്തോ കൊണ്ട് ഒരു കൂട്ടം പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുകയാണ്. അവൻ മുകളിലേക്ക് നോക്കി നിങ്ങളോട് പറയുന്നു, ആ പ്രാവുകളിൽ ഒന്ന് കിഴക്കോട്ട് മാത്രമേ പറക്കൂ എന്ന്. കാരണം അവൾക്കറിയാം എന്നവൻ പറയുന്നു. അതെന്തെങ്കിലും വ്യക്തമാക്കുന്നത് പോലെ. നിങ്ങളൊരു ഭിത്തി കാണുന്നു. അതിൽ വ്യത്യസ്ത ആൽഫബറ്റ്സിൽ, ചിലത് തലകീഴായി, യാത്രികരുടെ പേരുകൾ കൊത്തിവെച്ചിരിക്കുന്നു. താഴെ ഭാഗത്ത് കരികൊണ്ടെഴുതിയ ഒരൊറ്റ മെസ്സേജുണ്ട്.
മണൽ തിരിച്ച് മന്ത്രിച്ചാലും മുന്നോട്ടു പോവുക എന്ന്. പുലർക്കാലത്ത് താടിയുള്ള ഇൻകാരൻ നിങ്ങൾക്കൊരു കഷ്ണം ചപ്പാത്തിയും ഒരു ചെറിയ കുപ്പി എണ്ണയും തരുന്നു. വഴിയിലെ ഷ്രൈനിലേക്ക് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിപ്പോഴും അവിടെയുണ്ടെങ്കിൽ. നിങ്ങൾ മനസ്സിലായെന്നതുപോലെ തലയാട്ടി. എന്നാൽ കഴിഞ്ഞ രാത്രിയിലെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ആത്മീയ ക്രോസ് റോഡുകളേക്കാൾ കൂടുതൽ കാണപ്പെട്ടത് സ്റ്റിൽസിൽ നിൽക്കുന്ന ഫ്ലെമിംഗുകളായിരുന്നു. നിങ്ങൾ ഒട്ടകത്തിൻ്റെ പുറത്തു കയറി പിന്നോട്ട് നോക്കി. കരവാൻ സാരായി വീണ്ടും തിരക്കിലായിരിക്കുന്നു. നിങ്ങളുടെ സംഘം പോകുമ്പോൾ ഒരു പുതിയ കരവാൻ എത്തുന്നു. മണികൾ ശബ്ദിക്കുന്നു, വണ്ടികൾ കിറുകിറുക്കുന്നു. എള്ളിൻ്റെ വിലയെക്കുറിച്ചുള്ള തർക്കങ്ങൾ വീണ്ടും തുടങ്ങുന്നു. മരുഭൂമി നിങ്ങളെ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ദൂരെ കാറ്റ് മിനുസപ്പെടുത്തിയ ചക്രവാളത്തിൻ്റെ അറ്റത്ത് നിങ്ങൾ എന്തോ മങ്ങിയതും മിന്നിമറിയുന്നതും കാണുന്നു. ഒരു ബാനറായിരിക്കാം, അല്ലെങ്കിൽ അനുവാദത്തിനു വേണ്ടി കാത്തുനിൽക്കാത്ത ഒരു തേമ്പങ്ങളായിരിക്കാം. നിങ്ങൾ എല്ലുകളുടെ താഴ്വരയിലൂടെ സഞ്ചരിക്കുന്നു. ഭാഗ്യവശാൽ മനുഷ്യരുടേതല്ല. എന്നാൽ നിങ്ങളുടെ ഒട്ടകം വളഞ്ഞ വാരിയെല്ലുകളെ സംശയത്തോടെ മണക്കുന്നു. നിങ്ങളുടെ ഗൈഡ് വിശദീകരിക്കുന്നതനുസരിച്ച് ഒരു കാലത്ത് ഈ സ്ഥലം മാൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. പക്ഷേ വ്യാപാര റോഡുകളും ശബ്ദവും അവയെ മറ്റെവിടേക്കോ ഓടിച്ചു. ഇപ്പോൾ കുറുനരികളും കാറ്റും മാത്രമാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. നിങ്ങൾ പാത പിന്തുടരുമ്പോൾ ഇടതുവശത്ത് ഒരു വിചിത്രമായ തിളക്കം നിങ്ങളുടെ കണ്ണിൽപ്പെടുന്നു. ഇത്തവണം ചൂടല്ല, ഈ തിളക്കത്തിന് ഒരാകൃതിയുണ്ട്. ലോഹം. നിങ്ങൾ നിങ്ങളുടെ വാഹനത്തെ തള്ളി അതിലേക്ക് തിരിയുന്നു, മുഖ്യപാതയിൽ നിന്ന് അല്പം വ്യതിചലിച്ച്. പ്രകൃതിയിലെ ഒരു കുഴിഞ്ഞ സ്ഥലത്ത് ഒരു മാർക്കറ്റ് സ്റ്റോളായി മറച്ചുവച്ചിരിക്കുന്ന ഒരു ഷ്രൈനാണുള്ളത്. വിചിത്രമായ വസ്തുക്കൾ നിറച്ച മരം കൊണ്ടുള്ള ക്രേറ്റ്സിന് മുകളിലൂടെ തിളങ്ങുന്ന പട്ടുകൾ പാറിക്കളിക്കുന്നു. ഉണക്കിയ കടൽപ്പായൽ, ചെറിയ കളിമൺ രൂപങ്ങൾ, സേജ് കെട്ടുകൾ, കൂടാതെ തീർച്ചയായും ഗ്ലിറ്റർ അടങ്ങിയ ഗ്ലാസ് കുപ്പികളും. സ്റ്റോളിന് പിന്നിൽ വളരെ വിശാലമായ ഒരു തൊപ്പി ധരിച്ച ഒരു മനുഷ്യനിരിക്കുന്നു. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പേ അദ്ദേഹം പുഞ്ചിരിക്കുന്നു. വെൽക്കം ട്രാവലർ, നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി. ഖലീൽ, മറന്നുപോയ ഷ്രൈനുകളുടെ സംരക്ഷകൻ, അല്ലെങ്കിൽ ഈ ഒന്നിൻ്റെയെങ്കിലും. അവർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. പവിത്രമായ സ്ഥലങ്ങൾ ഷിഫ്റ്റ് ഷെഡ്യൂൾ പിന്തുടരുന്നതുപോലെ അദ്ദേഹം പറഞ്ഞു. ഈ ക്ഷേത്രം എന്താണെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹം അടുത്തേക്ക് ചാഞ്ഞു പറയുന്നു, ഇത് അനിശ്ചിതത്വത്തിന് അനുഗ്രഹം നൽകുന്നതാണ്. ആഹാ, പെർഫെക്റ്റ്. വഴി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ദൈവീക സൂചനകൾക്കായി ചോദിക്കാൻ പോലും ടെൻഷനായിരുന്ന യാത്രക്കാർ പണ്ടിവിടെ ഒരു ചെറിയ ടോക്കൺ വെച്ചിരുന്നു. പകരമായി അവർക്ക് ഒരു ഉത്തരമല്ല, ഒരു ഫീലിംഗ് ആണ് ലഭിച്ചത്. ഒരു പുഷ്. യുക്തിക്കപ്പുറത്ത് നിന്നുള്ള ഒരു മന്ത്രിച്ചു പറച്ചിൽ. മറ്റുള്ളവർ ഇവിടെ വച്ചിട്ടുള്ള ടോക്കനുകൾ നിങ്ങൾ നോക്കുന്നു. ഒലീവ് കുരു കൊത്തിയുണ്ടാക്കിയ പകികൾ, കുറ്റസമ്മതങ്ങളുടെ ചെറിയ സ്ക്രോളുകൾ, മറ്റേ വഴി എടുക്കൂ എന്ന് അടിഭാഗത്ത് കത്തിച്ചെഴുതിയ ഒറ്റ ചെരിപ്പ്. പഴയകാലത്തെ ഒരു സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് കടന്നു ചെല്ലുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പോർട്ട് ടൗണിൽ നിന്നെടുത്ത ഒരു ചാം ബ്രേസ്ലെറ്റ് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങളതൊരിക്കലും ധരിച്ചിട്ടില്ല, പക്ഷെ അതിൻ്റെ ശബ്ദം എന്തോ ഒരു പ്രതീക്ഷ നൽകി. നിങ്ങളത് താഴെ വെച്ചു. ഖലീൽ നിങ്ങൾക്ക് ഒരു കണ്ണിറിപ്പെട്ടോടെ സ്റ്റിക്കിൽ വറുത്ത അത്തിപ്പഴം തന്നു. അത് കുതുകവും ദാൽച്ചീനിയും പോലെ രുചിച്ചു. ഇത്തരം മൈക്രോ ഷ്രൈനുകൾ മതാധികാരികൾ ഒഫീഷ്യലായി അംഗീകരിച്ചതാണോ അതോ വൈകാരിക റിലീഫ് വാൽവായി വെറുതെ അനുവദിച്ചതാണോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ വിശ്വസിക്കുന്നത് യാത്രക്കാർ നിർമ്മിച്ചതാണെന്നാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ താൽപ്പര്യമില്ലാത്ത പ്രദേശങ്ങളിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കാനുള്ള ഒരു മാർഗമാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇതൊരു വ്യാപാര തന്ത്രമായിരുന്നു, ആശ്വാസം നൽകാനും പണമുണ്ടാക്കാനും വേണ്ടിയുള്ള സ്പിരിച്വൽ സുവീനർ സ്റ്റോളുകളായിരുന്നു എന്നാണ്. എന്നിരുന്നാലും ഷ്രൈൻ കൂടുതൽ തവണ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഖലീൽ പറയുന്നു. എത്ര പേർ താങ്ക് യു പറയാൻ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ നേരെ വിളിച്ചു കൂവാനും. എന്തായാലും അത് ഹെൽപ്പ് ചെയ്തു. നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ പഴക്കം ചെന്ന ഒരു ഡെക്കിൽ നിന്ന് ഒരു കാർഡ് എടുക്കണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നു. നിങ്ങൾ ഒരെണ്ണം റാൻഡമായി എടുക്കുന്നു. അതിൽ കിരീടം ധരിച്ച ഒരാട് കുന്നിൻ മുകളിൽ നിൽക്കുന്നതാണ് കാണുന്നത്. ഖലീൽ ഗൗരവത്തോടെ തലയാട്ടുന്നു. ധൈര്യപൂർവമായ തീരുമാനങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയോ അതോ കന്നുകാലികളുടെ കലാപത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടുവോ എന്നുറപ്പില്ല. എന്നിട്ടും നിങ്ങൾ പ്രധാന റോഡിലേക്ക് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ പാത കൂടുതൽ ലഘുവായി തോന്നുന്നു. മരുഭൂമി മുന്നിൽ നീണ്ടുകിടക്കുന്നു. പക്ഷേ എന്തോ മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഇനി ലക്ഷ്യങ്ങളെ പിന്തുടരുകയല്ല, ചോദ്യങ്ങളെ പിന്തുടരുകയാണ്. കൂടാതെ ധൈര്യമുള്ള ആടുകളെയും. നിങ്ങൾ പടിഞ്ഞാറോട്ട് നീങ്ങിന്തോറും കാറ്റ് ശക്തമാകുന്നു. നിങ്ങളുടെ വസ്ത്രം വലിച്ചുകൊണ്ട് ഒരു കർശനമായ ലൈബ്രറിയൻ പോലെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് പൊടിയെറിയുന്നു. പ്രകൃതി വീണ്ടും മാറുന്നു. തവിട്ട് നിറമുള്ള മണൽക്കുന്നുകളിൽ നിന്ന് സൂര്യതാപത്താൽ കരിഞ്ഞ കുറ്റിച്ചെടികളും
നൂറ്റാണ്ടുകൾക്ക് മുൻപേ പച്ചനിറം കാണിക്കാൻ ശ്രമിക്കുന്നത് നിർത്തിയ പോലെ തോന്നുന്ന ഉണങ്ങിയ പുല്ലുകളും നിറഞ്ഞ മണൽപ്പരപ്പുകളിലേക്ക്. നിങ്ങൾ വഴിയുടെ ഒരു കവലയിലെത്തുന്നു. ദിശാസൂചന ബോർഡൊന്നുമില്ല. പകുതി മണ്ണിൽ പുതഞ്ഞ ഒരു സ്പൈറലും ചന്ദ്രക്കലയും വരച്ച ഒരു കല്ല് മാത്രം. ഖലീലിൻ്റെ കാർഡ് ഓർക്കുന്നു. കൊക്കയുടെ മുകളിൽ നിൽക്കുന്ന ഗോഡ് കിങ്. ഇത് മെറ്റഫോറിക്കലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അല്പം ഭീഷണിപ്പെടുത്തുന്നത് പോലെ. ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇടതുവശത്തേക്ക് പോകുന്നു. പതുക്കെ പതുക്കെ ഉയർന്നു പോകുന്ന പാത കൂർത്ത ക്ലിഫുകൾക്കിടയിലൂടെ ഒരു ഇടുങ്ങിയ വഴിയിലേക്ക് നയിക്കുന്നു. കാറ്റിൽ മഴ വരാൻ പോകുന്നതുപോലെ ഒരു ലോഹഗന്ധം നിറഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങളത് കാണുന്നു. പാറയിൽ കൊത്തിവച്ചിരിക്കുന്നു. ചിറകുകളുള്ള ഒരു സ്ത്രീയുടെ വലിയ റിലീഫ്, കൈകൾ വിടർത്തിയ നിലയിൽ. അവളുടെ നെഞ്ചിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ ക്യാന്യണിലുടനീളം ചെറിയ റെയിൻബോകൾ ചിതറുന്ന ഗ്ലാസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ വെച്ചിരിക്കുന്നു. നാട്ടുകാർ ഈ സ്ഥലത്തെ ദ ലിസണിംഗ് ഗ്യാപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ സഞ്ചാരികളുടെ ശബ്ദങ്ങൾ പുറത്തേക്കല്ല, മറിച്ച് അകത്തേക്കാണ് പ്രതിധ്വനിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ആത്മാവിലേക്ക് തിരിച്ചെത്തി നിങ്ങൾ മറച്ചുവെച്ചതെന്ന് പോലും അറിയാതിരുന്ന സത്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും അറിയില്ല. പക്ഷേ ക്യാനിയൻ കൗതുകകരമാണ്, ജീവനുള്ളതുപോലെ, എന്തോ ഒന്നിനെ കാത്തിരിക്കുന്നതുപോലെ. നിങ്ങൾ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും നിങ്ങളുടെ പേര് മന്ത്രിക്കുന്നു. ഒന്നുമില്ല. പിന്നെ നിങ്ങളൊരു ചോദ്യം ശ്രമിക്കുന്നു. വാട്ട് ആം ഐ റിയലി സീക്കിംഗ്? ഒരു നേരിയ മുരുമുരുപ്പ് തിരിച്ചു വരുന്നു. നിങ്ങളുടെ തന്നെ ശബ്ദം, പക്ഷെ പതുക്കെ, നീട്ടിയതുപോലെ. ടോസ്റ്റിനു മുകളിൽ തേൻ പരന്നതുപോലെ അക്ഷരങ്ങൾ പാറയിൽ പടരുന്നു. നിങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടുന്നില്ല, എന്നാലും നിങ്ങളുടെ നട്ടലിൽ ഒരു വിറയൽ അനുഭവപ്പെടുന്നു. മറ്റു തീർത്ഥാടകർ കാഴ്ചകൾ വെച്ചിട്ടുണ്ട്. ഞങ്ങണ കയറുകൊണ്ട് കെട്ടിയ പാർച്ച്മെന്റ് കഷ്ണങ്ങൾ, മൃഗങ്ങളുടെ ആകൃതിയിൽ ഉണങ്ങിയ അത്തിപ്പഴങ്ങൾ. ഒരു ഡിറക്ഷനിലും പടിഞ്ഞാറോട്ട് മാത്രം ചൂണ്ടിക്കാണിക്കുന്ന തുരുമ്പിച്ച കോമ്പസ് വരെ. നിങ്ങളൊരു ബദാം വിട്ടേച്ചു പോകുന്നു. അന്നത് വളരെ പ്രധാനപ്പെട്ടതായി തോന്നി. ഈ സ്ഥലങ്ങൾക്ക് ഫോർമലായ റിലീജിയസ് റോൾസ് ഉണ്ടായിരുന്നോ അതോ ജിയോഗ്രഫി കാരണവും ആവർത്തനവും കാരണം സേക്രഡായതാണോ എന്ന് ചരിത്രജ്ഞർ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. ശബ്ദം വിചാരിച്ചതുപോലെ വ്യാപിക്കുന്ന സ്ഥലങ്ങൾ, പാറയും കാറ്റും മീനിങ്ങിൻ്റെ ഇല്യൂഷൻ സൃഷ്ടിക്കുന്ന സ്ഥലങ്ങൾ. ദ ലിസണിംഗ് ഗ്യാപ്പ് ഒരു കാലത്ത് നിലവിലില്ലാതായ രണ്ട് പുരാതന നഗരരാജ്യങ്ങൾക്കിടയിലെ അതിർമാർഗമായിരിക്കാമെന്ന് ചിലർ ഊഹിക്കുന്നു. ദൂരെ നിന്ന് ഒരു ഒട്ടകമണി മൃദുവായി മുഴങ്ങുന്നു. മറ്റൊരു യാത്രക്കാരൻ വരുന്നു. നിങ്ങൾ കാത്തിരിക്കുന്നു. അവൾ അടുത്തേക്ക് വരുന്നു. ഓക്കർ നിറമുള്ള തുണി ധരിച്ച ഒരു സ്ത്രീ. അവളുടെ കൈകളിൽ ആശങ്കാകുലമായ ചിരി പോലെ ശബ്ദിക്കുന്ന ചെമ്പുവളകൾ നിറഞ്ഞു. അവൾ തിരിച്ചറിഞ്ഞ് തലയാട്ടുന്നു. വാക്കുകളില്ല. അവളും ഗ്യാപ്പിലേക്ക് കയറി കണ്ണുകളടച്ച് നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയാത്ത എന്തോ മൃദുവായി പറയുന്നു. നിങ്ങൾ രണ്ടുപേരും കുറച്ചുനേരം അവിടെ സ്ഥിന്നു. നിങ്ങളുടെ സ്വന്തം ചിന്തകൾ മറ്റാരുടെയെങ്കിലും പോലെ കേൾക്കുന്നു. പിന്നെ ഇത്തരം എല്ലാ മൊമെന്റുകളും പോലെ അതും കടന്നുപോകുന്നു. നിങ്ങളൊരു പുഞ്ചിരി പങ്കിടുന്നു. ഒട്ടകങ്ങളിൽ കയറുന്നു. യാത്ര പറയാതെ പിരിയുന്നു. ചില സ്ഥലങ്ങളിൽ ഗുഡ് ബൈ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ താഴ്ന്ന കുന്നുകളും കാറ്റുമിനുക്കിയ പാറകളും ചുറ്റിലുമുള്ള ഒരു വിശാലമായ സ്വർണ്ണ നിറമുള്ള തടാകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഒരു ഉറങ്ങുന്ന ഭീമന്റെ ഉള്ളംകൈയിൽ പിടിച്ചിരിക്കുന്ന ഒരു പരന്ന പാത്രത്തിലേക്ക് കാലുവയ്ക്കുന്നതുപോലെ തോന്നുന്നു. അതിന്റെ മധ്യത്തിൽ നിങ്ങളോട് പറഞ്ഞത് ദ ഹിഡൻ ഒയേസിസ് ഓഫ് നർഹിൽ ആണെന്നാണ്. മിക്ക മാപ്പുകളിലും കാണാത്ത പഴയ കച്ചവട സംഘങ്ങളുടെ പാട്ടുകളിൽ മന്ത്രിച്ചു പറയപ്പെട്ട പണ്ഡിതന്മാർ കാവ്യാത്മക അതിശയോക്തിയായി തള്ളിക്കളഞ്ഞ ഒരു സ്ഥലം. പക്ഷേ ഇതാ അതിവിടെയുണ്ട്. പച്ചപ്പ് നിറഞ്ഞതല്ല, ആകർഷകവുമല്ല, വെറും നിശബ്ദത. ഒരു വീടിന്റെ വീതിയിൽ കൂടുതലില്ലാത്തൊരു കുളം, ഞാങ്ങണകളും മൂളുന്ന ഈച്ചകളും ചുറ്റിലുമായി. ഒരു അത്തിമരം വെള്ളത്തിനു മുകളിലേക്ക് ചാഞ്ഞിരിക്കുന്നു. അതിന്റെ തടി ഒരിക്കൽ ഇടിമിന്നലേറ്റ് പിളർന്നതുപോലെയും പിന്നീട് ക്ഷമിക്കപ്പെട്ടതുപോലെയും തോന്നുന്നു. സ്വന്തം നോവൽ പറയുന്നതുപോലെ പ്രതിഷേധസൂചകമായി നിരങ്ങുന്ന ഒരു മുള്ളുള്ള അക്കേഷ്യയുടെ കീഴിൽ നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തെ കെട്ടിയിടുന്നു. ഇവിടെ കെട്ടിടങ്ങളൊന്നുമില്ല. വെള്ളത്തിന്റെ അങ്ങേയറ്റത്തൊരു താഴ്ന്ന കൽ പ്ലാറ്റ്ഫോം മാത്രം, പകുതി മണലിൽ മുങ്ങിക്കിടക്കുന്നു. അതിന്മേൽ കുറച്ചു പോട്ടറി കഷ്ണങ്ങൾ, മങ്ങിയ നീല ഗ്ലേസുള്ള ഒരു ബൗൾ, ഒരു മൂലയിൽ ഇപ്പോഴും കെട്ടിയിരിക്കുന്ന ഒരു തുണിക്കഷ്ണം, ഒരു പ്രാർത്ഥനാ പതാകയോ അല്ലെങ്കിൽ ആരോ മറന്നുവെച്ച അരക്കച്ചയുമാകാം. പറയാൻ ബുദ്ധിമുട്ടാണ്. കാറ്റ് നിശ്ചലമാണ്. വെള്ളം നിങ്ങളുടെ മുഖം പ്രതിഫലിക്കുന്നു, രസിച്ചിരിക്കുന്ന ഒരു കസിനെ പോലെ. കഥ പറയുന്നത് നർഹിൽ ഒരിക്കലൊരു മരുഭൂമി രാജ്ഞിയുടെ സ്വകാര്യ വിശ്രമസ്ഥലമായിരുന്നു എന്നാണ്.
കൊട്ടാരത്തിൽ താമസിക്കുന്ന തരത്തിലുള്ള രാജ്ഞിയല്ല, മറിച്ച് വ്യാപാരിയുടെ വസ്ത്രം ധരിച്ച് ഇൻകോഗ്നിറ്റോ ആയി സഞ്ചരിക്കുന്ന നദീതടങ്ങളിൽ അനുഗ്രഹങ്ങൾ മന്ത്രിക്കുകയും കറുവപ്പട്ടയ്ക്കായി ബാർഗെയിൻ ചെയ്യുന്നതുപോലെ ദൈവങ്ങളുമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹാപുരോഹിത. അവരുടെ ക്ഷേത്രം കോപമില്ലാത്തവർക്ക് മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഒരിക്കൽ ബാദാമിന് അമിത വില ഈടാക്കിയ ഒരു കച്ചവടക്കാരനെക്കുറിച്ച് നിസാരമായി എന്തോ പറഞ്ഞുകൊണ്ട് കാലിൽ ചെരിപ്പില്ലാതെ മണലിൽ നടന്ന് ആ തിയറി ടെസ്റ്റ് ചെയ്യുന്നു. വായു അനക്കമില്ലാതെ നിൽക്കുന്നു. അതിനാൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുന്നു. ഇത്തവണ കുറച്ചുകൂടി മൃദുവായി, പൊടിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതിന്, പ്രാർത്ഥനയ്ക്കിടയിൽ നിങ്ങളുടെ ഒക്കകം ചവിട്ടാതിരുന്ന സമയത്തിനും നന്ദി പറയുന്നു. ഇത്തവണ ഞാങ്ങണകൾ ഇളകുന്നു. അത്തിമരം ഒരു പഴം മന്ദഗതിയിൽ താഴേക്കിടുന്നു. യാദൃശ്ചികമോ? പക്ഷേ നിങ്ങൾ വിശ്വസിക്കാനുള്ള മൂഡിലാണ്. നിങ്ങൾ വെള്ളത്തിനരികിലിരുന്ന് സ്റ്റിക്കിയും സ്വീറ്റുമായ നിങ്ങളുടെ അവസാനത്തെ ഡേറ്റ് കഴിക്കുന്നു. 2 ചെറിയ കല്ലുകൾക്കിടയിൽ ഉറുമ്പുകൾ ഒരു പാലം നിർമ്മിക്കുന്നത് നോക്കിക്കൊണ്ട്, വേറെ ചെയ്യാൻ ഒന്നുമില്ലാത്ത ചെറിയ എഞ്ചിനീയേഴ്സ് പോലെ. നർഹിൽ വാമൊഴി പാരമ്പര്യത്തിന് പുറത്ത് നിലനിന്നിരുന്നു എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ചിലർ പറയുന്നത് സാറ്റലൈറ്റ് ഇമേജറി ഈ പ്രദേശത്ത് സാധ്യതയുള്ള ജലസ്രോതസ്സുകളെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ മറ്റുള്ളവർ ഇത്തരം അവകാശങ്ങളെ ഒയേസിസ് ഫീവർ എന്ന് തള്ളിക്കളയുന്നു. എന്നാലും വ്യത്യസ്ത നൂറ്റാണ്ടുകളിലെ സഞ്ചാരികൾ ഒരേ വളഞ്ഞ കുളത്തെക്കുറിച്ചും ഒരേ വളഞ്ഞ അത്തിമരത്തെക്കുറിച്ചും ഒരേ തരത്തിലുള്ള മൃദുലതയുടെ അനുഭൂതിയെക്കുറിച്ചും വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ കല്ലിന്റെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നു, കൈകൾ വിടർത്തി, സൂര്യന്റെ ചൂട് മുഖത്ത് അനുഭവിക്കുന്നു, പക്ഷേ കത്തിക്കുന്നില്ല. ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായി നിങ്ങൾ മണികളുടെ ശബ്ദമോ കച്ചവടക്കാരുടെ ശബ്ദമോ ഒട്ടകങ്ങളുടെ തുമ്മലോ കേൾക്കുന്നില്ല. ഒരൊറ്റ പക്ഷി കൂട്ടില്ലാതെ പാട്ടുപാടുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഈ സ്ഥലം ആചാരങ്ങളോ പുരാവസ്തുക്കളോ കൊണ്ട് പവിത്രമായതല്ല. ഇത് നിങ്ങളോടൊന്നും ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് പവിത്രമായത്. നിങ്ങൾ ശ്വസിക്കുന്നു. അതുമാത്രം. നിങ്ങൾ ശ്വസിക്കുന്നു. രാവിലെ പകുതിയായപ്പോഴേക്കും നിങ്ങൾ ട്രെയിലിലേക്ക് തിരിച്ചെത്തി. അതിനെ ട്രെയിലെന്ന് വിളിക്കാൻ കഴിയുമെങ്കിൽ. ഇവിടുത്തെ ട്രാക്ക് എന്നത് കൂടുതലും ഓർമ്മകളും മൃഗങ്ങളുടെ കാൽപ്പാടുകളും മാത്രമാണ്. വരണ്ട പുല്ലിലൂടെയും പാറക്കല്ലുകളിലൂടെയും മടിയനായ പാമ്പിനെപ്പോലെ വളഞ്ഞു പൊളഞ്ഞു പോകുന്നു. നിങ്ങളുടെ കാലുകൾ വേദനിക്കുന്നു. വെള്ളം സൂക്ഷിക്കുന്ന തോൽസഞ്ചി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ലഘുവായിരിക്കുന്നു. നിങ്ങളുടെ ഒട്ടകം പരിഹാസത്തോടെയെന്ന് നിങ്ങൾക്കുറപ്പുള്ള ഒരു ശബ്ദം മൂളാൻ തുടങ്ങിയിരിക്കുന്നു. വ്യാപാരികൾ വിസ്പറിംഗ് പാവിലിയൻ എന്ന് വിളിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ മുന്നോട്ടു പോകുന്നു. വ്യാപാര ഗാനങ്ങളിൽ പറയപ്പെടുകയും പഴയ കാരവാൻ ഗൈഡ്സ് അന്ധവിശ്വാസം പോലെ പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരു വിശ്രമസ്ഥലമാണിത്. അതെപ്പോഴും അവിടെ ഉണ്ടാവില്ലത്രേ. അതിന് തോന്നുമ്പോൾ മാത്രമേ പ്രത്യക്ഷപ്പെടൂ. ഇന്ന് വ്യക്തമായും അതിന് പ്രത്യക്ഷപ്പെടണമെന്നുണ്ട്. ഒരു കുന്നിൻ മുകളിൽ കഴിഞ്ഞ് അത് പ്രത്യക്ഷപ്പെടുന്നു. കാറ്റിൽ പാറിക്കളിക്കുന്ന മങ്ങിയ ലിനൻ പാനലുകളുള്ള ഒറ്റപ്പെട്ട വിററിയ പാവലിയൻ. നക്ഷത്രാകൃതിയിലുള്ള പഴയ കല്ല് ഫൗണ്ടേഷനു മുകളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആകാശനൃത്തത്തിനായി കൃത്യമായി സ്ഥാപിച്ചതുപോലെ. ഗാർഡ്സില്ല, പരിചാരകരില്ല. ഒരു കുട്ടിയുടെ വലിപ്പമുള്ള ഹൂക്കയ്ക്ക് ചുറ്റും 6 താഴ്ന്ന കുഷനുകൾ മാത്രം. നിങ്ങൾ ശ്രദ്ധയോടെ ഇറങ്ങുന്നു. ചുറ്റും മറ്റാരെയും കാണുന്നില്ല. നിങ്ങൾ അടുത്തേക്ക് പോകുന്നു. കാറ്റുമാറുന്നു. നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങളുടെ ഭാരം കുഷ്യനിലേക്ക് താഴുന്നതപ്പോൾ തന്നെ ആ ശബ്ദം തുടങ്ങുന്നു. ഉച്ചത്തിലല്ല, സംസാരിക്കുന്നതുമല്ല. പകരം നിങ്ങളുടെ ചെവിക്കുള്ളിൽ ഒരു പ്രസൻസ് തഴുകുന്നതുപോലെ. അത് മുന്നറിയിപ്പോ പ്രവചനമോ അല്ല നൽകുന്നത്. പകരം കഥകളാണ്. ഇവിടെ ഇരുന്നിട്ടുള്ള മറ്റു ട്രാവലേഴ്സിനെക്കുറിച്ചുള്ള കഥകൾ. സമുദ്ര ഭീകരജീവികളെ പേടിച്ചിരുന്ന ഒരു ബാബിലോണിയൻ മാപ്പ് മേക്കർ. എതിരാളിയെ പ്രണയിച്ച ഒരു നൂബിയൻ സുഗന്ധദ്രവ്യ വ്യാപാരി. ഒരു രാത്രിയിലെ ചിരിക്കായി അവസാനത്തെ സ്ക്രോൾ കൈമാറ്റിയ ഒരു ചൈനീസ് പണ്ഡിതൻ. കഥകൾ ചെറുതും വിചിത്രവും വിചിത്രമായ വിധത്തിൽ ആശ്വാസം നൽകുന്നതുമാണ്. ഇതാണ് വിസ്പറിംഗ് പാവിലിയന്റെ ഹൃദയം. നിശബ്ദതയാൽ പ്രവർത്തിക്കുന്ന ഒരു മെമ്മറി ബാങ്ക്. രാജാക്കന്മാരെയോ തീയതികളെയോ വിജയങ്ങളെക്കുറിച്ചോ വേവലാതിപ്പെടാത്തൊരു ജീവനുള്ള ആർക്കൈവ്. മറിച്ച് നിങ്ങളൊരു ബോർഡർ കടക്കുന്നതിന് മുമ്പ് ശ്വാസം പിടിച്ചു നിർത്തിയത്, നിങ്ങളുടെ നാവിന് ഒരിക്കലും രൂപം കൊടുക്കാൻ കഴിയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു നഗരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സ്കാർഫ് മുറുക്കിയത് എന്നിവയെല്ലാം ഓർത്തുവയ്ക്കുന്നു. പാവിലിയൻ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നോ അതോ പരാഗകണങ്ങൾ പോലെ വഴികളിലൂടെ കൊണ്ടുപോയ ഒരു മെറ്റാഫറാണോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും ആർഗ്യൂ ചെയ്യുന്നു.
പേർഷ്യൻ മരുഭൂമികളിലും ലെവന്റിലും കണ്ടെത്തിയ സമാനമായ സ്റ്റാർബേസ്റ്റ് ഫൗണ്ടേഷനുള്ള തകർന്ന സ്ട്രക്ചറുകളിലേക്ക് ചില പുരാവസ്തു ഗവേഷകർ വിരൽ ചൂണ്ടുന്നു. മറ്റുള്ളവർ പറയുന്നത് ഇതൊരു ഹാലൂസിനേഷനാണെന്നാണ്, ആധിത്യത്തിൽ പൊതിഞ്ഞ വെയിലറ്റ തലകറക്കമെന്ന്. എന്നിട്ടും നിരവധി നൂറ്റാണ്ടുകളായി ഒരേ കാര്യം തന്നെയാണ് പല അക്കൗണ്ടുകളിലും വിവരിക്കുന്നത്. നിങ്ങളുടെ കഥകൾ ചോദിക്കാതെ കഥകൾ പറയുന്ന ഒരു ശാന്തമായ സ്ഥലം. മണിക്കൂറുകളോ മിനിറ്റുകളോ എന്ന് പറയാൻ പറ്റാത്ത സമയത്തോളം നിങ്ങൾ കേൾക്കുന്നു. കഥകൾ ലൂപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. നിങ്ങൾ മാപ്പ് മേക്കറെ വീണ്ടും കേൾക്കുന്നു. ഇത്തവണ അദ്ദേഹം കടൽ ഭീകരജീവികളെ പേടിക്കുന്നതിനേക്കാൾ അവരുടെ മര്യാദയില്ലായ്മയിൽ അനോയിഡായതായി തോന്നുന്നു. നിങ്ങളുടെ ഒട്ടകം കേൾക്കാത്തത്ര നെടുംവീർപ്പിടുന്നു. നിങ്ങൾ എഴുന്നേൽക്കുന്നു. മുട്ടുകളിൽ നിന്ന് പൊടി തട്ടിക്കളയുന്നു. കാണാനാവാത്ത കഥ പറയുന്നവന് നന്ദി സൂചിപ്പിച്ച് തലയാട്ടുന്നു. പോകുന്നതിനു മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഒരു കഥ മന്ത്രിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ വഴിതെറ്റിയപ്പോൾ അനിശ്ചിതത്വത്തെ അനുഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രം കണ്ടെത്തിയ കഥ. വായു വീണ്ടും മാറുന്നു. ലിനൻ പാനലുകളിൽ ഒന്നു കൂടുതൽ ശക്തമായി പാറിക്കളിക്കുന്നു. ഇതൊരു നല്ല കഥയാണ്, ആ സ്ഥലം പറയുന്നതുപോലെ. ഇത് സൂക്ഷിക്കപ്പെടും. നിങ്ങൾ കയറിപ്പോകുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിച്ചതാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരു ഓർമ്മ പോലെ പാവിലിയൻ പിന്നിൽ ചെറുതായി മാഞ്ഞു പോകുന്നു. പക്ഷേ നിങ്ങളെന്തായാലും പുഞ്ചിരിക്കുന്നു. കാരണം ഇപ്പോൾ അത് നിങ്ങളെയും ഓർക്കുന്നു. റോഡ് വീണ്ടും മുകളിലേക്ക് പോകുന്നു. ഇടിഞ്ഞു വീണ കൊട്ടാരങ്ങൾ പോലെ കാണപ്പെടുന്ന ഗള്ളീസിലൂടെയും കാറ്റു കൊത്തിയെടുത്ത കുന്നുകളിലൂടെയും സിഗ്സാഗായി പോകുന്നു. വേരിയ മേഘങ്ങളുടെ മറയിലൂടെ സൂര്യൻ നിങ്ങളെ നോക്കുന്നു. നിങ്ങളുടെ ഒട്ടകം ഒരുതരം ധ്യാനാത്മക താളത്തിൽ നടക്കുന്നു. ഓരോ കാൽവെപ്പും തോൽക്കിരുകുന്ന ശബ്ദവും മാത്രമല്ല, സംശയാസ്പദമായി തോന്നുന്ന നെടുവീർപ്പുകളും കേൾക്കാം. ഉച്ചകഴിഞ്ഞ് കുറച്ച് സമയത്തിനു ശേഷം മണലിൽ പകുതി മുങ്ങിയ ഒരു കല്ല് മാർക്കറിൽ നിങ്ങളെത്തുന്നു. അതിൽ ഫൊനീഷ്യനും അതിലും പഴക്കമുള്ള മറ്റെന്തോ ഭാഷയും കൂടി കലർന്ന, വായിക്കാൻ പ്രയാസമുള്ള രീതിയിൽ ഒരു ചിഹ്നം കൊത്തിവച്ചിരിക്കുന്നു. ഒരു കണ്ണിനു ചുറ്റും 2 കൈകൾ കൂപ്പിയ രൂപം. ഇതിനെ നിങ്ങളുടെ ഗൈഡ് ദ എംബ്ലം ഓഫ് ദ സീയിങ് വോൾ എന്ന് വിളിച്ചിരുന്നു. നിങ്ങളത് കുറച്ചു കഴിഞ്ഞ് കണ്ടെത്തുന്നു. ഒരു മറന്നുപോയ വെഡിക്റ്റ് പോലെ എവിടെ നിന്നോ ഉയർന്നു നിൽക്കുന്ന കുത്തനെയുള്ള ക്ലിഫ് ഫേസ്. അതിൻ്റെ സർഫസിൽ കൊത്തിവെച്ച നിരവധി റിലീഫുകൾ നിങ്ങളെ തിരികെ നോക്കുന്നു. മുഖങ്ങൾ, കൂടുതലും ദൈവങ്ങളല്ല, രാജാക്കന്മാരല്ല, വെറും സാധാരണ മനുഷ്യർ. ചുളിവുകളുള്ള, കുതൂഹലമുള്ള വായ തുറന്ന മുഖങ്ങൾ, ഒരാൾ തുമ്മാൻ പോകുന്നതുപോലെയും. എല്ലാം വ്യത്യസ്തം. ഓരോന്നും കാത്തിരിക്കുന്നു. ഇത് പരമ്പരാഗത അർത്ഥത്തിലുള്ള ഒരു ഷ്രൈനല്ല. ഓഫറിങ്സ് ഇല്ല, കുന്തുരുക്കമില്ല, അൾട്ടാറില്ല. വെറും ആ ഭിത്തിയും അതിലെ കാവൽക്കാരും മാത്രം. ചിലത് തിരമാലകൾ പോലെ ചുരുണ്ട മുടിയോടെ കൊത്തിവെച്ചിരിക്കുന്നു. മറ്റുള്ളവ വിശദമായ ഹെഡ് ഗിയർ, ടാറ്റൂസ് അല്ലെങ്കിൽ പക്ഷിരൂപത്തിലുള്ള ഇയർ റിംഗ്സ് എന്നിവയോടെയുമാണ്. ഒരാൾക്ക് യുനിബ്രൗ പോലെ തോന്നിപ്പിക്കുന്ന ഒന്നും ഒരറിയാമെന്ന മട്ടിലുള്ള ഒരു സ്മർക്കുമുണ്ട്. നിങ്ങൾ കൈനീട്ടി തണുത്ത കല്ലിൽ തൊടുന്നു. അത് മൂളുന്നു. യഥാർത്ഥത്തിലല്ല, പക്ഷേ നിശബ്ദത നിങ്ങളെ തിരികെ നോക്കുമ്പോൾ മൂളുന്നതുപോലെ. പഴയ ഐതിഹ്യങ്ങളനുസരിച്ച് ഈ മതിലൊരു വ്യാപാരമാർഗത്തിലെ ചെക്ക് പോയിന്റായിരുന്നു. വാളുകളോ ടോളുകളോ അല്ല, മറിച്ച് ഓർമ്മകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നത്. വ്യാപാരികൾ ഇവിടെ നിന്ന് അവരുടെ യാത്രകളെക്കുറിച്ച് മതിലിനോട് തന്നെ വിവരിക്കണമായിരുന്നു. മതിലിനെ ഒരു സാക്ഷി, തെറാപ്പിസ്റ്റ്, കുമ്പസാര പുരോഹിതൻ എന്നിങ്ങനെ കണക്കാക്കിയിരുന്നു. ചില കഥകൾ പറയുന്നത് കള്ളം പറഞ്ഞവരുടെ രൂപം മതിലിൽ തലകീഴായി ചേർക്കപ്പെട്ടിരുന്നുവെന്നാണ്. നിങ്ങൾ ജാഗ്രതയോടെ പിന്നോട്ടു നീങ്ങുന്നു. ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു, ഇതൊരു യഥാർത്ഥ ചെക്ക് പോയിന്റ് ആയിരുന്നോ അതോ അജ്ഞാതത്വത്തെ ആദരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചടങ്ങ് സ്ഥലമായിരുന്നോവെന്ന്. യാത്ര വ്യക്തിത്വത്തെ മൃദുവാക്കുന്നതുപോലെ വഴികൾ പേരുകളെയും റോളുകളെയും അവ്യക്തമാക്കുന്നു. ചിലർ പറയുന്നത് ഇതൊരു കൂട്ടകലയായിരുന്നു, ഓരോ വഴിപോക്കരും ഓരോ മുഖം ചേർത്തു എന്നാണ്. മറ്റുള്ളവർ പറയുന്നത് ഇതൊരു ഒബ്സസീവ് കലാകാരന്റെ സൃഷ്ടിയാണെന്നാണ്. അവർ കണ്ടുമുട്ടി എല്ലാവരെയും കൊത്തിവെക്കാൻ തീരുമാനിച്ചു എന്ന്. വർഷങ്ങളായി കാണാത്ത ഒരു സുഹൃത്തിനെ തോന്നുന്ന ഒരു മുഖത്തിന് താഴെ നിങ്ങൾ ഇരിക്കുന്നു. അവരുടെ ചിരി, പരിപ്പിൽ കൂടുതൽ മസാല ചേർക്കുന്ന ശീലം, മറ്റുള്ളവർക്ക് മുമ്പേ തണൽ കണ്ടെത്താനുള്ള അവരുടെ അതുല്യമായ കഴിവ് എന്നിവയെല്ലാം നിങ്ങൾ ഓർക്കുന്നു. അവരിപ്പോൾ എവിടെയായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നു. അവരും ഇവിടെ നിന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നു. ഭിത്തിയുടെ അടിഭാഗത്ത് പഴയ അരാമയിക് ഭാഷയിൽ ഒരു വരി കൊത്തിവച്ചിരിക്കുന്നു. നിങ്ങൾ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ പാതയുടെ ഭാഗമായി മാറുക. ആ വാക്കുകൾ തുണിയിലേക്ക് വെള്ളമിറങ്ങുന്നതുപോലെ നിങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. പിന്നെ നിങ്ങൾ വീണ്ടും കല്ലിൽ കൈവെക്കുന്നു. പതുക്കെ നിങ്ങളുടെ പേര് പറയുന്നു. അത് കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതി. പിന്നെ നിങ്ങൾ മുന്നോട്ടു പോകുന്നു.
ആരും പിന്തുടരുന്നില്ലെങ്കിലും നിങ്ങൾക്കൊറ്റക്കാണെന്ന് തോന്നൽ കുറയുന്നു. നിങ്ങൾ വീണ്ടും താഴ്വരയിലേക്കിറങ്ങുന്നു. അവിടെ അവസാനിക്കാത്ത ഒരു മന്ദഗതിയിലുള്ള സംഭാഷണം പോലെ ചൂടനുഭവപ്പെടുന്നു. ഭൂമി പരന്നതാകുന്നു. ആകാശം വിശാലമാകുന്നു. നിങ്ങളുടെ നിഴൽ മറ്റൊരാളുടേതുപോലെ തോന്നിത്തുടങ്ങുന്നു. ഒരുപക്ഷെ കൂടുതൽ ഉയരമുള്ളത്, ഒരുപക്ഷെ കൂടുതൽ ജ്ഞാനമുള്ളത്, അല്ലെങ്കിൽ വെറും കൂടുതൽ ജലാംശമുള്ളത്. മുന്നിലൊരു കവലയുണ്ട്. അക്ഷരാർത്ഥത്തിൽ 2 പഴയ കച്ചവടപാതകൾ ഒരു വിശാലമായ മൈതാനത്തിൽ സംഗമിക്കുന്നു. അവിടെ കറുത്ത കല്ലുകളുടെ ഒരു വൃത്തം യാത്രക്കാരുടെ ഐതിഹ്യത്തിൽ ദ സർക്കിൾ ഓഫ് കൺസെഷൻസ് എന്നറിയപ്പെടുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്തുന്നു. പട്ടണമില്ല, കോട്ടയില്ല. നൂറ്റാണ്ടുകളായി നടന്ന വാദപ്രതിവാദങ്ങളാലും ഇടപാടുകളാലും മിനുസമായി തീർന്ന ഈ വൃത്തം മാത്രം. നിങ്ങൾ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി വൃത്തത്തിനുള്ളിലേക്ക് കയറുന്നു. വൃത്തത്തിൻ്റെ വക്കിലൂടെ കോറിയോഗ്രാഫ്ഡ് മാർച്ച് നടത്തുന്ന ഒരു കൂട്ടം ബീറ്റിൽസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ശ്രദ്ധിച്ച്. അവർ ക്ലിയർലി തിരക്കിലാണ്. മുടന്നുള്ള എല്ലാ പഴയ ഗൈഡുമാരുടെയും അഭിപ്രായം പ്രകാരം ഇത് പൂർവം കാരവൻസ് തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ കൂടിയിരുന്ന സ്ഥലമായിരുന്നു. വാളുകൊണ്ടോ വഴക്കിട്ടോ അല്ല, മറിച്ച് കഥ പറഞ്ഞാണ്. 2 കക്ഷികളും വൃത്തത്തിനുള്ളിൽ കയറി അവരുടെ കാര്യം പറയും. എന്നിട്ട് കഥകൾ കൈമാറും. നീതികഥകൾ, സ്വന്തം ദുരനുഭവങ്ങൾ, ആടുമായി ബന്ധപ്പെട്ട നിർഭാഗ്യകരമായ സംഭവങ്ങളുടെ ഡ്രമാറ്റിക്കായ വിവരണങ്ങൾ. ജയിക്കുന്നയാൾ എപ്പോഴും ശരിയായിരിക്കണമെന്നില്ല, പക്ഷെ കൂടുതൽ ആകർഷകമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം. ഒരു പ്രസിദ്ധമായ കഥ പറയുന്നത് ഒരു ഉപ്പ് വ്യാപാരി സിൽക്ക് വ്യാപാരിയെ തോൽപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയുടെ പല്ലുകളുടെ മുഴുവൻ ചരിത്രവും പറഞ്ഞാണ് എന്നാണ്. ഇതിൽ പിസ്താച്ചിയോകളും മോശം ലൈറ്റിങ്ങും ഉൾപ്പെടുന്ന ഒരു സർപ്രൈസ് ട്വിസ്റ്റുമുണ്ടായിരുന്നു. നിങ്ങളിത് ഇമാജിൻ ചെയ്യാൻ ശ്രമിക്കൂ. പൊടി പുരണ്ടതും വെയിലേറ്റ് കരിഞ്ഞതുമായ 2 ക്ഷീണിച്ച ആളുകൾ അതിർത്തികളെക്കുറിച്ചോ സ്വർണത്തെക്കുറിച്ചോ അല്ല, മറിച്ച് ഒരൊട്ടകത്തിന് 7 വർഷം വരെ വൈരാഗ്യം സൂക്ഷിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് വൃത്തത്തിൽ നിന്നുകൊണ്ട് വാദിക്കുന്നു. നിങ്ങൾ നടുവിൽ കാലുകൾ കുത്തിമടക്കിയിരിക്കുന്നു. ഒരു ബഹുമാനപൂർവകമായ പങ്കാളിയെപ്പോലെ നിങ്ങളൊരു കഥ പറയുന്നു. വർഷങ്ങളായി നിങ്ങൾ പറയാത്ത ഒരു കഥ, തെറ്റിപ്പോയ ഒരു ബാല്യകാല യാത്രയെക്കുറിച്ച്, മോഷ്ടിച്ച ഒരു പപ്പായയെക്കുറിച്ച്, നഷ്ടപ്പെട്ട ചെരുപ്പിനെക്കുറിച്ചും, കൂടാതെ സ്വന്തം എപ്പിക് അർഹിക്കുന്ന വിധം മഹത്തായ ഒരു നുണ പറഞ്ഞ് നിങ്ങളെ രക്ഷിച്ച മൂത്ത കസിനെക്കുറിച്ചും. വൃത്തം ശ്രദ്ധിച്ചു കേൾക്കുന്നു. കാതുകൾ കൊണ്ട് തീർച്ചയല്ല, പക്ഷെ ഒരു സ്ഥലം ശ്രദ്ധയോടെ ചായുമ്പോഴുണ്ടാകുന്ന ആ ദുരന്ത നിശബ്ദത കൊണ്ട്. ചരിത്രകാരന്മാർ ഇപ്പോഴും വൃത്തത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വാദിക്കുന്നു. ചിലർ അതൊരു ഇസ്ലാമിന് മുമ്പുള്ള ന്യായവിധി റിംഗായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. മറ്റു ചിലർ അത് വെറുമൊരു ന്യൂട്രൽ സ്റ്റോപ്പ് ഓവർ ആയിരുന്നുവെന്നും ആവർത്തനത്തിലൂടെ സിംബോളിക് വെയ്റ്റ് നേടിയെന്നും വാദിക്കുന്നു. ചില ഫ്രിഞ്ച് തിയറിസ്റ്റുകൾ പറയുന്നത് ചില നക്ഷത്രങ്ങളുമായുള്ള വൃത്തത്തിൻ്റെ അലൈൻമെൻറ്റ് അതിന് ടെൻഷൻ കുറയ്ക്കാൻ അത്യാവശ്യമായ കാമിംഗ് പ്രോപ്പർട്ടീസ് നൽകുന്നുവെന്നാണ്. എന്തായാലും അത് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ തോളുകൾ താഴുന്നത് നിങ്ങൾ അനുഭവിക്കുന്നു. നിങ്ങളുടെ മനസ്സ് വിശ്രമിക്കുന്നു. ഒരു വണ്ട് നിങ്ങളുടെ ബൂട്ടിലേക്ക് കയറുന്നു. നിങ്ങളതിനെ പഴയ സുഹൃത്തിനെ പോലെ സ്വാഗതം ചെയ്യുന്നു. അത് പകരം ചില മണ്ണ് നൽകുന്നു. സമീപത്ത് കല്ലുകളിലൊന്നിൽ സോഗ്ദിയൻ ഭാഷയിൽ കൊത്തിവച്ചിരിക്കുന്ന ഒരു വചനമുണ്ട്. പങ്കിടുമ്പോൾ സത്യം കൂടുതൽ ലഘുവായി സഞ്ചരിക്കുന്നു. നിങ്ങൾ തലയാട്ടുന്നു. കൃത്യമായി പറഞ്ഞാൽ സമ്മതിക്കുന്നതല്ല, ജസ്റ്റ് അംഗീകാരം മാത്രം. പിന്നെ നിങ്ങൾ എഴുന്നേൽക്കുന്നു. കൈകൾ തട്ടിക്കുടഞ്ഞ് വൃത്തത്തിന് പുറത്തേക്ക് കാലുവയ്ക്കുന്നു. ഇപ്പോൾ കൂടുതൽ ലഘുവായി, അല്ലെങ്കിൽ അടുത്ത വളവിൽ. ഭൂമിക്ക് തന്നെ ഒരേ രീതിയിൽ നിൽക്കാൻ മടുത്തതുപോലെ ലാൻഡ്സ്കേപ്പ് വീണ്ടും മാറുന്നു. വരണ്ട താഴ്വരകളും പുട്ടിയ സമതലങ്ങളും മറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പുതിനയുടെയും പഴയ പേപ്പറിൻ്റെയും മണം നേരിയതായി അനുഭവപ്പെടുന്ന ഒരു താഴ്വരയിലേക്ക് പ്രവേശിക്കുന്നു. വഴിയോരത്ത് ചെറിയ കുറ്റിച്ചെടികൾ നിറഞ്ഞിരിക്കുന്നു. ചെറിയ പർപ്പിൾ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ ഒട്ടകം നാടകീയമായി തുമ്മുകയും ഈ സസ്യങ്ങൾ അവളെ പരിഹസിക്കുന്നതുപോലെ തോന്നി അമർഷം കാണിക്കുകയും ചെയ്യുന്നു. താഴ്വരയുടെ അറ്റത്ത് കല്ലുകൾ അടുക്കിവെച്ച കെട്ടിടങ്ങളുടെ ഒരു കൂട്ടം നിങ്ങൾ കാണുന്നു.
തകർന്നെങ്കിലും അഭിമാനത്തോടെ നിൽക്കുന്ന പകുതി മണ്ണിനടിയിലും പകുതി ഓർമ്മകളിലും മറഞ്ഞുപോയ കെട്ടിടങ്ങൾ. ഇതൊരു കാലത്ത് വ്യാപാരികൾ എലാരട്ട് എന്നറിയപ്പെട്ടിരുന്ന ഒരു വഴിയോര പട്ടണമായിരുന്നു. എന്നാൽ മാപ്പുകളിൽ നിന്ന് ആ പേര് വളരെ നാൾ മുമ്പേ നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എലാരട്ട് ഒരിക്കലും വലുതായിരുന്നില്ല, ഒരിക്കലും ശക്തമായിരുന്നില്ല. പക്ഷേ അതിനൊരു രഹസ്യമുണ്ടായിരുന്നു. മറ്റുള്ളവർ ടാക്സ് പിരിക്കുന്നത് പോലെ അവിടുത്തെ നിവാസികൾ കഥകൾ ശേഖരിക്കുന്നവരായിരുന്നു എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കഥ കൂടെ ഇല്ലാതെ ഇവിടെ ഒരു സാധനവും ട്രേഡ് ചെയ്യപ്പെട്ടില്ല. ഒരു കഥയില്ലാതെ കുന്തിരിക്കം കൊണ്ടുവന്നാൽ വിൽക്കാത്ത രാസവസ്തുവും മാന്യമായി ഉയർത്തിയ പുരികവുമായി തിരിച്ചു പോകേണ്ടി വരും. എലാരട്ടിലെ ഓരോ വീട്ടിലും ചുമരിലൊരു കഥനിധിയുണ്ടായിരുന്നു. യാത്രക്കാർ ഒരു ചെറിയ സമ്മാനവും തുകൽ അല്ലെങ്കിൽ തുണിയിലെഴുതിയ കുറിപ്പും വയ്ക്കുന്ന ചെറിയ അറകൾ, കൊത്തിയ മണി, അമർത്തിവെച്ച പൂക്ക്, ഒരു ചെറിയ ശംഖുകഷണം അല്ലെങ്കിൽ നൂല് പോലും. ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഒരു നിമിഷത്തെ ഒരു സ്ഥലത്തോട് ബന്ധിപ്പിച്ച് അതിന് വിശ്രമിക്കാൻ കഴിയുന്നതിനു വേണ്ടിയായിരുന്നു. നിങ്ങളിപ്പോഴും നശിക്കാതെ നിൽക്കുന്ന ഒരു നീഷ് കണ്ടെത്തി. അതിൽ കല്ലുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ കരിഞ്ഞ ഒരു ഒരുവുകുരുവും 2 ബോട്ട്സിൻ്റെ ചിത്രം വരച്ച ഒരു പഴയ സിൽക്ക് കഷണവും കണ്ടപ്പെട്ടു. നിങ്ങളുടെ സ്വന്തം ടോക്കണായി നിങ്ങളുടെ സാച്ചലിൽ നിന്ന് വർഷങ്ങളുടെ ഉപയോഗം കൊണ്ട് മിനുസമായ ഒരു ബട്ടൺ ചേർത്തു. നിങ്ങളത് സിൽക്കിൻ്റെ അരികിൽ സൂക്ഷ്മതയോടെ വെച്ചു. ഒന്നും പറഞ്ഞില്ല. ഒരു 100 വർഷത്തിനു ശേഷം മറ്റാരെങ്കിലും ഇത് കണ്ടെത്തുന്നത് ആലോചിക്കുന്നു, അത്ഭുതപ്പെടുന്നു, പുഞ്ചിരിക്കുന്നു. എലാരട്ടിൻ്റെ സ്റ്റോറി ട്രേഡ് കസ്റ്റം ഒരു ഫോർമൽ റിച്വൽ ആയിരുന്നോ അതോ വെറുമൊരു മനോഹരമായ മിത്തായിരുന്നോ എന്നതിനെക്കുറിച്ച് ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. കണ്ടെത്തിയ ചില സ്ക്രോൾ കഷണങ്ങൾ നറേറ്റീവ് ലെഡ്ജേഴ്സ് എന്ന ഒരു സിസ്റ്റം സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷേ വിശദാംശങ്ങൾ വ്യക്തമല്ല. എലാരട്ടിൻ്റെ തകർച്ച യുദ്ധമോ പകർച്ചവ്യാധിയോ കൊണ്ടല്ല, മറിച്ച് നിശബ്ദത കൊണ്ടാണ്. വളരെ കുറച്ചു കഥകൾ പങ്കുവച്ചു. വളരെയധികം ട്രാവലേഴ്സ് വളരെയധികം ധൃതിയിലായിരുന്നു എന്ന് ചിലർ സംശയിക്കുന്നു. ഒരു കാലത്ത് മാർക്കറ്റ് പ്ലേസ് ആയിരുന്ന സ്ഥലത്തിൻ്റെ അവശിഷ്ടങ്ങളിലൂടെ നിങ്ങൾ നടക്കുന്നു. കടമുറികളുടെ ആകൃതി അടിത്തറയിൽ ഇപ്പോഴും കാണാം. ഇടിഞ്ഞുപൊളിയുന്ന ഒരു ആർച്ചിൽ ഗ്രീക്ക് ഭാഷയിൽ വായിക്കാൻ പ്രയാസമുള്ള ഒരു എഴുത്തുണ്ട്. അതിൻ്റെ ഏകദേശ പരിഭാഷ ശ്രദ്ധിച്ചു കേൾക്കുന്നവർക്ക് മാത്രമേ കടന്നുപോകാൻ കഴിയൂ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാൻ ശ്രമിക്കുന്നു. ആദ്യം നിങ്ങളുടെ സ്വന്തം ശ്വാസവും ദൂരെ നിന്നുള്ള കാറ്റിൻ്റെ ശബ്ദവും മാത്രമേ കേൾക്കുന്നുള്ളൂ. പിന്നെ ചിരി, നേർത്ത, മുഴങ്ങുന്ന, പക്ഷെ ഒരു തോന്നലായിരിക്കാം. എന്നിട്ടും അത് നിങ്ങളെയും ചിരിപ്പിക്കുന്നു. ഉറക്കെയല്ല, വേണ്ടത്ര മാത്രം. 2 കല്ലുകൾക്കിടയിൽ ഒരു തണലുള്ള സ്ഥലം കണ്ടെത്തി കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു. എലാരട്ടിൻ്റെ ഏറ്റവും മികച്ച കാലം നിങ്ങൾ സങ്കൽപ്പിക്കുന്നു. തീ പടർന്ന് കത്തുന്നു. വായുവിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മണം. ഒരു കച്ചവടക്കാരൻ മാതളനാരങ്ങകൾ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു മോശം പരിസമാപ്തിയുള്ള പ്രണയകഥ പറയാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കേൾക്കുന്നത് സങ്കൽപ്പിക്കുന്നു, പുഞ്ചിരിക്കുന്നു, നിങ്ങളുടെ സ്വന്തം കഥയും പങ്കുവയ്ക്കുന്നു. പിന്നെ കാറ്റ് ശക്തമാകുന്നു. പോകാൻ സമയമായി. നിങ്ങൾ എലാരട്ട് പിന്നിൽ വിടുന്നു. പക്ഷേ അതിൻ്റെ നിശബ്ദത നിലനിൽക്കുന്നു. ഇപ്പോൾ സുഖകരമായി. പിന്നീട് തിരിച്ചുവരാനുള്ള ഒരു പുസ്തകത്തിൽ തുറന്നിട്ട പേജ് പോലെ. നിങ്ങളിപ്പോൾ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഭൂപ്രദേശത്തിലൂടെ യാത്ര ചെയ്യുന്നു. സ്ലീപ്പിംഗ് റോഡ്, മർച്ചൻസ് വിസ്പർ, ഡസ്റ്റ് ത്രെഡ്. ഇത് പരന്നതും സാധാരണമായതും പ്രത്യേക സവിശേഷതകളൊന്നുമില്ലാത്തതുമാണ്. എന്നിട്ടും ഏതെങ്കിലും വ്യാപാരപാതയിലെ ഏറ്റവും കഥകൾ നിറഞ്ഞ ഭാഗങ്ങളിലൊന്നാണിത്. എന്തുകൊണ്ട്? നിങ്ങൾ കാണാത്തതുകൊണ്ട് തന്നെ. ഈ സാധാരണ റോഡിൻ്റെ ഉപരിതലത്തിന് താഴെ മറഞ്ഞിരിക്കുന്നത് കുഴിച്ചിട്ട ക്ഷേത്രങ്ങളുടെ നിരകളാണ്. നേരിട്ട് മണ്ണിൽ കൊത്തിയുണ്ടാക്കിയ ചെറിയ പവിത്രമായ കുഴികൾ. അവ കണ്ണിന് കാണാൻ കഴിയില്ല. വറ്റിപ്പോയ വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ മൃഗങ്ങൾ കിടന്നുരുളിയ കുഴികൾ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുള്ള മണ്ണിലെ നേരിയ കുഴിവുകൾ കൊണ്ട് മാത്രമേ നിങ്ങൾക്കവയെ തിരിച്ചറിയാൻ കഴിയൂ. പാതയിലെ ഒരു ബൗള് പോലെയുള്ള ചെറിയ കുഴിയിൽ നിങ്ങൾ മുട്ടുകുത്തിയിരിക്കുന്നു. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അടയാളങ്ങളില്ല, ആരാധനക്കല്ലുകളില്ല, വെറും നിശബ്ദത മാത്രം. പക്ഷേ നിങ്ങൾ നിശബ്ദമായിരുന്നാൽ നിലം ശ്വസിക്കുന്നതുപോലെ തോന്നും. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷീണിച്ചിട്ടാണെങ്കിൽ,
ആ കുഴിയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കാത്തിരിക്കാം. ചിലപ്പോൾ എന്തോ സംഭവിക്കും. മാജിക്കലല്ല, സിനിമാറ്റിക്കുമല്ല, വെറും ഒരു മാറ്റം. വായു മൃദുവാകും, നിങ്ങളുടെ ചിന്തകൾ മന്ദഗതിയിലാകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പോലും അറിയാതിരുന്ന കാര്യങ്ങൾ ഓർമ്മ വരും. നിങ്ങളുടെ മുത്തശ്ശി അവരുടെ സ്കാർഫ് മടക്കി വച്ചിരുന്ന രീതി, അല്ലെങ്കിൽ രാവിലത്തെ അടുക്കളയിൽ നിന്നുള്ള കോപ്പർ പാത്രങ്ങളുടെ ശബ്ദം പോലെ. ഇവ മെമ്മറി ഷ്രൈനുകളായിരുന്നു. ഇപ്പോൾ സ്കോളേഴ്സ് അവയെ അങ്ങനെയാണ് വിളിക്കുന്നത്. ദൈവങ്ങൾക്കല്ല, യാത്രക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ചെറിയ സ്ഥലങ്ങൾ. ഇവിടെ പ്രാർത്ഥിക്കണമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, വെറുതെ നിൽക്കണമെന്ന് മാത്രമേ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. നിങ്ങളൊരു യാത്രയിലാണെന്നും അത് പ്രധാനപ്പെട്ടതാണെന്നും സമ്മതിക്കാൻ. 12-ാം നൂറ്റാണ്ടിലെ ഒരു സിറിയൻ മാനുസ്ക്രിപ്റ്റിൽ 7 പൊടിക്കുഴികൾ എന്നറിയപ്പെടുന്ന സത്യത്തിന്റെ കുഴികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അവയിലേക്ക് വിലപ്പെട്ട എന്തെങ്കിലും ഒഴിച്ചവർക്ക് വ്യക്തത നൽകുമെന്ന് പറയപ്പെടുന്നു. തീർച്ചയായും മിക്ക ഹിസ്റ്റോറിയൻസും ഇതിനെ കാവ്യക മനോബത് എന്ന് തള്ളിക്കളയുന്നു. എന്നാൽ മറ്റു ചിലർ വാദിക്കുന്നത് ഈ മെമ്മറി ഷ്രൈനുകൾ ഒരുതരം മാനസിക വിശ്രമ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. കൂടുതൽ കഠിനമായ പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് വൈകാരിക ഭാരം ഇറക്കിവയ്ക്കാനുള്ള മാർഗങ്ങളായിരുന്നു. നിങ്ങൾ കുറച്ചുകൂടി മുട്ടുകുത്തിയിരിക്കുന്നു. നിങ്ങളുടെ അവസാനത്തെ റൊട്ടിയിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ നൽകുന്നു. പിന്നെ ഒരു ഓർമ്മ മന്ത്രിക്കുന്നു. വലിയ ഒന്നല്ല, ശാന്തമായ ഒന്ന്. ആദ്യമായി ആരോ നിങ്ങളെ ഒരു രഹസ്യം വിശ്വസിച്ചേൽപ്പിച്ച നിമിഷം. നിങ്ങളൊരു മറുപടി പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ കാറ്റ് ശക്തമാകുന്നു. അത് മതി. ഒടുവിൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ വഴി കുറച്ചുകൂടി നിലപ്പല്ലാതെ തോന്നുന്നു. ആകാശം കുറച്ചുകൂടി ക്ഷമിക്കുന്നതായി. നിങ്ങൾ മുന്നോട്ട് നടക്കുന്നു. ക്ഷേത്രം നിങ്ങളുടെ പിന്നിൽ മറഞ്ഞുപോകുമ്പോഴും അതിൻ്റെ ഭാരമോ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ ലാഘവമോ നിങ്ങളുടെ കാൽവെപ്പുകളിൽ നിലനിൽക്കുന്നു. രാത്രി യാതൊരു ചടങ്ങും കൂടാതെ നിങ്ങളുടെ തോളിൽ ഒരു സോഫ്റ്റ് സ്കാർഫ് പോലെ വന്നിറങ്ങുന്നു. നക്ഷത്രങ്ങൾ ആകാശത്തിലൂടെ തുളച്ചു കയറാൻ തുടങ്ങുന്നു. ആദ്യം ആവേശമുള്ളവ, പിന്നെ നാണമുള്ളവ, ഒടുവിൽ അവഗണിക്കാൻ കഴിയാത്ത വിധം വലിയ ആകാശഗംഗയുടെ പ്രവാഹം. നിലാവിൽ മങ്ങിയ വെളിച്ചം വീശുന്ന ഒരു താഴ്വരയെ നോക്കി നിങ്ങളൊരു കുന്നിൻ മുകളിൽ നിൽക്കുന്നു. നിങ്ങളുടെ വഴിയിലെ അവസാന ലക്ഷ്യസ്ഥാനമാണിത്. വ്യാപാരികളും മിസ്റ്റിക്കുകളും പതുക്കെ സംസാരിക്കുന്ന ഒരു രഹസ്യ ഓറക്കൽ തോപ്പ്. ഇവിടെ ക്ഷേത്രങ്ങളില്ല, കാവൽക്കാരില്ല, ഗേറ്റുകളില്ല. കാറ്റിൽ വളഞ്ഞുപുളഞ്ഞ മരങ്ങളുടെ ഒരു കൂട്ടം മാത്രം. അവയുടെ കൊമ്പുകൾ ആസൂത്രണം ചെയ്യാതെ, എന്നാൽ കൃത്യമായി ഒരു ഷെൽട്ടർ പോലെ പിന്നിച്ചേർന്നിരിക്കുന്നു. പ്രപഞ്ചം ഇവിടെ ഒരിക്കൽ ശ്വാസം വിട്ടിട്ട് തിരികെ എടുക്കാതിരുന്നതുപോലെ. നിങ്ങൾ അവയ്ക്കിടയിലൂടെ നടക്കുന്നു. ഉണങ്ങിയ ഇലകൾ കാലിനടിയിൽ ശബ്ദമുണ്ടാക്കുന്നു. പക്ഷേ അത് അസുഖകരമായിരുന്നില്ല. നടുവിൽ ഒരു കാർപ്പറ്റിൻ്റെ വലുപ്പത്തിൽ ഒരു കല്ല് പ്ലാറ്റ്ഫോമുണ്ട്. നിങ്ങളുടെ വിരലുകൾക്ക് കീഴിൽ മിനുസമുള്ളതും തണുത്തതും. ഇവിടെയാണ് ഓറക്കിൾ ഇരുന്നത്. വസ്ത്രങ്ങളും കിരീടങ്ങളും ധരിച്ചവരല്ല, മറിച്ച് റിച്വൽ വഴി തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാർ. മൂലികകൾ നൽകപ്പെട്ട് രാത്രി മുഴുവൻ തോട്ടത്തിൽ വിട്ടിട്ട് സ്വപ്നം കാണാൻ ആവശ്യപ്പെട്ടവർ. പ്രഭാതത്തിൽ യാത്രികർ വരും, തുണിയിൽ പൊതിഞ്ഞ ചോദ്യങ്ങളുമായി. എൻ്റെ മകൻ തിരിച്ചു വരുമോ? ഈ വിവാഹം നിലനിൽക്കുമോ? ഞാൻ പടിഞ്ഞാറൻ വഴി തിരഞ്ഞെടുക്കണോ? ഓരക്കൾ ഒരു കഥയിലൂടെ മാത്രമേ ഉത്തരം പറയുകയുള്ളൂ. ഒരു ഉപമ, ഒരു വിചിത്രമായ മെറ്റഫർ. തവളകളെയും പൊട്ടിയ സ്പൂണുകളെയും ഉൾപ്പെടുത്തിയ അർത്ഥമില്ലാത്ത കടങ്കഥ. ആർക്കും ഇവിടെ വ്യക്തത പ്രതീക്ഷിച്ചു വന്നതല്ല. അവർ വന്നതൊരു പേഴ്സ്പെക്റ്റീവ് പ്രതീക്ഷിച്ചാണ്. ഈ തോപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചരിത്രഹാരികൾ ഇപ്പോഴും ആർഗ്യൂ ചെയ്യുന്നു. ചിലർ പറയുന്നത് ഇത് പൊളിറ്റിക്കൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനു മുൻപ് നേതാക്കൾ വിനയം അഭിനയിക്കാൻ വന്ന ഒരു എലീറ്റ് റിട്രീറ്റ് ആയിരുന്നു എന്നാണ്. മറ്റു ചിലർ വിചാരിക്കുന്നത് ലെവന്റ് മുതൽ സെൻട്രൽ ഏഷ്യ വരെ നീണ്ടുകിടന്ന ഒരു വലിയ ഡ്രീം കൾട്ട് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു ഇതെന്നാണ്. കാറ്റ് ശരിയായി വീശുമ്പോൾ മരങ്ങളുണ്ടാക്കുന്ന വിചിത്രമായ ശബ്ദം കാരണം ഈ മരങ്ങൾ തന്നെയായിരുന്നു യഥാർത്ഥ ഓറക്കിളെന്ന് കുറച്ചുപേർ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ മലർന്നു കിടക്കുന്നു. ആകാശം നിങ്ങൾക്ക് മുകളിൽ നീന്തുന്നു. എവിടെയോ അടുത്ത് ഒരു കുറുക്കൻ കുരയ്ക്കുകയോ അല്ലെങ്കിൽ ബഹുശാ കോൺഫിഡൻസ് ഇഷ്യൂസുള്ള ഒരു രാത്രി പക്ഷിയായിരിക്കാമെന്നാണ്. എന്നിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നു. കൃത്യമായി പറഞ്ഞാൽ ഉറക്കമല്ല, ചിന്തകളുടെ മൃദുവായ ഒരു അരിപ്പ പോലെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെയിരുന്ന ഒരു ചെറുപ്പക്കാരിയെ നിങ്ങൾ സങ്കൽപ്പിക്കുന്നു. ഒരു വൃദ്ധ സ്ത്രീ അവളോട് പറയുന്നത് കേൾക്കുന്നു.
എല്ലാ യാത്രകളും അവസാനം അകത്തേക്ക് വളയുമെന്നും നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ചാലും നിങ്ങളെ തന്നെ കാണാനുള്ള സാധ്യത കൂടുതലാണെന്നുമെന്നാണ്. കാറ്റ് നിങ്ങളുടെ ക്ലോക്കിൻ്റെ അറ്റം പാറയ്ക്കുന്നു. മരങ്ങൾക്ക് മുകളിലൂടെ ചന്ദ്രൻ ചരിഞ്ഞു നിൽക്കുന്നു. മരത്തൊലിയുടെയും സാധ്യതകളുടെയും പൊടിപിടിച്ച മണം നിങ്ങൾ ശ്വസിക്കുന്നു. യാത്ര തീർന്നു. പൂർണ്ണമായി അവസാനിച്ചില്ല, പക്ഷേ പൂർത്തീകരിച്ചു. നിങ്ങൾ പതുക്കെ എഴുന്നേൽക്കുന്നു. പൊടി തട്ടിക്കളയുന്നു. തല കുനിക്കുന്നു. മരങ്ങൾക്കോ നിശബ്ദതയ്ക്കോ എന്നത് വ്യക്തമല്ല. പിന്നെ നിങ്ങൾ തുടങ്ങിയ അതേ ശ്രദ്ധയോടെ പോകാൻ തുടങ്ങുന്നു. പോകണമെന്നതുകൊണ്ടല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ കഴിയുമെന്നതുകൊണ്ട്. നിങ്ങളിപ്പോൾ പതുക്കെ നടക്കുന്നു. ക്ഷീണം കൊണ്ടല്ല, മറിച്ച് ആദരവോടെ ഒരിക്കലും വിശദീകരിക്കാൻ കഴിയില്ലെന്നറിയുന്ന ഒരു സ്ഥലത്തുനിന്ന് മടങ്ങിവരുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന തരത്തിലുള്ള നടത്തം. രാത്രി ആകാശത്തെ കൂടുതൽ മുറുക്കി പിടിക്കുന്നു. നിങ്ങളുടെ ചിന്തകളിൽ മൃദുവായി അമർത്തുന്ന ഒരു ചൂടുഭാരം പോലെ. നക്ഷത്രങ്ങൾ മിന്നുന്നു. മങ്കിയതും താളാത്മകവുമായി നിങ്ങളെക്കാൾ വലുതായ എന്തിൻ്റെയോ പതുക്കെയുള്ള ഹാർട്ട്ബീറ്റ് പോലെ. ഓരോ കാൽവെപ്പും മണലിൽ അല്പം താഴ്ന്നു പോകുന്നു. മൂകവും നിശബ്ദവുമായി. കേൾക്കുന്നതിനേക്കാൾ ഒരു ബ്ലാങ്കറ്റ് പോലെ ധരിക്കുന്ന തരത്തിലുള്ള നിശബ്ദത. ഒട്ടകം പ്രേരണ കൂടാതെ പിന്തുടരുന്നു. അതിൻ്റെ മണി നിശബ്ദമാണ്. ഈ മൂടിന് ശബ്ദം ചേരില്ലെന്ന് അതും മനസ്സിലാക്കിയതുപോലെ. നിങ്ങളൊരു നീണ്ട മണൽക്കുന്നിലൂടെ കടന്നുപോകുന്നു. മടക്കിവെച്ച തുണി പോലെ മൃദുലമായ വളവുകൾ. ഒരു വണ്ട് വേഗത്തിൽ കടന്നുപോകുന്നു. പിന്നിലൊരു അസമക്യമായ പാത വിടാതെ. കാറ്റ് മണലിൻ്റെ മേൽത്തട്ടിനെ തഴയുന്നു. കഴിഞ്ഞു പോയ കാലത്തെ പുനഃക്രമീകരിക്കുന്നു. ഉണക്ക അത്തിപ്പഴത്തിൻ്റെ മണം നിങ്ങൾ ഓർക്കുന്നു. പട്ട് മടക്കി വയ്ക്കുമ്പോഴുള്ള മന്ദമായ ശബ്ദം. വളരെ മുൻപ് മറ്റൊരു യാത്രയിൽ നിങ്ങളോടടുത്ത് സുരങ്ങിക്കിടന്നിരുന്ന ഒരാളുടെ മൃദുവായ ശ്വാസം. എല്ലാം മന്ദഗതിയിലാകുന്നു. എല്ലാം കാത്തിരിക്കുന്നു. സ്വപ്നങ്ങൾ ഏറ്റെടുക്കുന്നതിന് മുൻപുള്ള നിമിഷമാണിത്. പെട്ടെന്നല്ല, മൂർച്ചയുമല്ല, ജസ്റ്റ് ഒരു സൗമ്യമായ മങ്ങൽ, ഒരു നീണ്ട ശ്വാസം വിടൽ. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു. ക്ഷണനേരത്തേക്ക് ആ കഥ നിങ്ങളോടൊപ്പം തുടരുന്നു. തലയണയ്ക്ക് കീഴിൽ വെച്ചിരിക്കുന്ന ഒരു കത്ത് പോലെ ശ്രദ്ധയോടെ മടക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അത് നിങ്ങളെ പിടിച്ചു നിർത്തട്ടെ. നിങ്ങളുടെ കിടക്കയ്ക്ക് ചുറ്റുമുള്ള വായുവിനെ മൃദുവാക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾക്ക് പിന്നാലെയുള്ള ഭാരത്തെ ലഘൂകരിക്കട്ടെ. നിങ്ങൾ യാത്ര ചെയ്തു. നിങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോൾ നിങ്ങൾ വിശ്രമിക്കൂ. സ്വീറ്റ് ഡ്രീംസ്.